പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ നല്ല ദിവസം ദാനമാക്കിയല്ലോ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയല്ലോ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കുമായി ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷങ്ങളെയും പുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കേണ്ടതിനായി നമ്മെ തന്നെ മുഴുവനുമായി ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന് വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീരുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായി നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ വിവിധ ഭാഗങ്ങളോട് കർത്താവിനെ അമ്മാവ് ഈ നല്ല പ്രഭാതം ദാനമാക്കിയതിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമം ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, അവിടുത്തെ നാമത്തെ ആവശ്യങ്ങൾ ഉയർത്തി കാണിപ്പാനായി പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വിലപ്പെട്ട അവസരത്തിനായി നിനക്ക് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയല്ലോ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം. ജീവനും ഭക്തിക്കും ആവശ്യമായ എല്ലാ ചെറുതും വലുതുമായ നന്മകൾ ഞങ്ങൾക്ക് തന്നല്ലോ. വിശേഷാൽ ഞങ്ങൾ അതാത് ഭവനങ്ങളിലായിരുന്നപ്പോൾ യാതൊരർത്ഥവും കൂടാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ജീവനും ഭക്തിയും ആവശ്യമായ എല്ലാ നന്മകളും ഞങ്ങൾക്ക് തന്നു. ഒരു ദോഷവും തട്ടാതെ വണ്ണം കർത്താവേ, നീ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവ സ്നേഹത്തിനായി കർത്താവേ ഞങ്ങളെങ്കിൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവത്തിന്റെ വചനത്തുള്ളതുപോലെ ആയുസ് മുഴുവൻ ഞങ്ങളെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇത് പകൽക്കാലം ആയിരിക്കാനായി ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന എല്ലാ വിലപ്പെട്ട നന്മകളെയും ഓർത്തുകൊണ്ട് അരിമനാഥനായ വീണ്ടെടുപ്പുകാരനായ രക്ഷകനായ നമ്മുടെ ദൈവത്തെ ഇത് പകൽക്കാലം ആരാധിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ കർത്താവ് നമുക്ക് ഒരു നല്ല പ്രഭാതം ദാനമാക്കിയല്ലോ. ഇതാ പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരകമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന്റെ വചനം പോലെ നാളുവരെയും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ ഉപകാരങ്ങൾ ഓർത്ത് സ്വർഗീയ പിതാവിന് ഇന്ന് പകൽക്കാലം മഹത്വം കരേറ്റുവാൻ, കർത്താവിന് നന്ദി കരേറ്റുവാൻ ദൈവം നമുക്ക് നല്ല അവസരം തന്നല്ലോ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്പനിമിഷം ദൈവം എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന് വിടുതലായി തീരട്ടെ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി ഇവർ നിർത്തുകയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ മഹാസാന്നിധ്യം അതാത് ഭവനങ്ങളിൽ നാം തിരിച്ചറിയുന്നല്ലോ. ഭയത്തോടെ ഭക്തിയോടെ ആരാധ്യനായ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി അപാപിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കുവാനായി പരിശുദ്ധനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. വിശേഷാൽ അവയായിട്ട് ഞങ്ങൾ എല്ലാവരും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല കുടുംബങ്ങൾക്കുമായി സ്തോത്രം. ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എത്രത്തോളം ദൈവം പകർന്ന എല്ലാ നന്മകൾക്കും എല്ലാ കൃപകൾക്കുമായി പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ പ്രിയാന്വേഷസായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെല്ലാം സഹായിക്കുമാറാകണമേ. അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം ദൈവം ആദരിക്കുമാറാകണമേ. രാജ്യത്തും അകത്തും പുറത്തുമായി കർത്താവേ നിന്റെ മക്കളെ ക്ഷമത്തോടെ കാത്തുകൊള്ളേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബങ്ങളായും വ്യക്തിപരമായും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശേഷാലുള്ള ദൈവ പരിപാലനം അനുഭവിപ്പാൻ കർത്താവിന്റെ കൃപ അവളോട് കൂടെ ഇരിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെയും ദൈവത്തെ മാനിച്ചും ദൈവത്തെ സേവിച്ചും ഭയപ്പെട്ടും കർത്താവിന്റെ കൃപയിൽ തന്നെ ആയിരിക്കാനായി കർത്താവ് അവർക്ക് കൃപ കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ സമയാൻകൂടാരങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷം പ്രാർത്ഥനയോടെ ആരാധനയോടെ ദൈവസന്നിധിയിലായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലാക്കി തീർക്കണമേ. കർത്താവെ, വിശേഷാൽ ഞങ്ങളുടെ രാജ്യത്തെയും മഹാരാഷ്ട്രയും ബോംബെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ദിവസവും കർത്താവെ ഈ മഹാകെടുതികളാൽ കർത്താവെ ജനം അറിയുന്നല്ലോ. കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവരോട് ദൈവമേ അവിടുന്ന് മനസ്സരിയുമാറാകണമേ. അവിടുന്ന് കൃപ തോന്നണമേ കർത്താവെ. അവിടുന്ന് കരുണ തോന്നണമേ കർത്താവെ. പരിപൂർണമായ വിടുതലും ആശ്വാസവും സൗഖ്യം ജനത്തിന്റെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ
ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിശേഷാൽ വീരാറിനെയും അതിന്റെ സമീപ പ്രദേശങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നാഥ, യാതൊരു വിധത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടാകാൻ ഇടവരാതെ, ഈ രോഗം ഈ ദേശത്തെങ്ങും വ്യാപിക്കുവാൻ ഇടവരാതെ, സ്വർഗത്തിൽ ദൈവം തന്നെ സകലത്തെയും നിയന്ത്രിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ വിസ്താരമേറിയ ചിറന്റെ നിഴൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവ സ്നേഹത്തിനായി ഇന്ന് പകലിക്കാലം ഞങ്ങളെ നന്ദി. ദൈവകരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി, ദൈവാലയങ്ങൾക്കായി, അവിടുത്തെ വിശുദ്ധന്മാർക്കായി ഞങ്ങൾ പ്രത്യേകകാലം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. അവരവരുടെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവേ, പരിമിതികളോടുകൂടി ആണെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനുമായി ദൈവം എല്ലാവർക്കും സാവകാശം കൊടുത്തിരിക്കുന്നു. ആത്മാവിൽ എല്ലാവരും ആനന്ദിപ്പാനും ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതി കരയേറ്റുവാനും ദൈവനാമത്തെ ഉയർത്താനുമായി എല്ലാവർക്കും കൃപ കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ കർത്താവേ. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാനിടയാക്കണമേ. വിശേഷാൽ കർത്താവേ, നാളെ മുതൽ പുതിയ ലോക്ക്ഡൌണിന്റെ നിബന്ധനകളും നിയമങ്ങളും ഒക്കെ വരുന്നല്ലോ. അത് കർത്താവേ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരികിതം പോലെ എല്ലാം നന്മയ്ക്കായി ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവഹിതമെങ്കിൽ അവിടുന്ന് കർത്താവേ ഇതെല്ലാം നന്മയ്ക്കായി തീർക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അത് കർത്താവെ യാതൊരു ദോഷങ്ങൾക്കോ പ്രയാസങ്ങൾക്കോ കർത്താവെ കാരണമാകാൻ ഇടവരാതെ ദൈവം തന്നെ സകലത്തെ നിയന്ത്രിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനായി അവിടുന്ന് തുറക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിന്റെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീരട്ടെ. ജനമാത്മാവിൽ സന്തോഷിച്ച് ആത്മാവിൽ ആരാധിച്ച് ദൈവകൃപ ഏറ്റെടുക്കുവാനും ദൈവശക്തി ഏറ്റെടുക്കുവാനുമായി പരിശുദ്ധ പിതാവിൽ നിന്റെ ജനത്തിന് കൃപ കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് മുതൽക്കാലം അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കട്ടെ. സന്നിധി ബോധത്തോടെ, ഭയത്തോടെ, ഭക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവോടെ തന്നെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതാത് ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ക്ഷീണം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെല്ലാം ദൈവം അനുസരിക്കണമേ. പരിപൂർണമായ ആശ്വാസവും വിടുതലും സൗഖ്യവും ദൈവം അവർക്ക് പകരുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആരാധനയും സ്തോത്രം സ്തുതി അർഹപ്പെട്ട കുഞ്ഞാടിന് മാത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മഹനീയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ അതാത് ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ആരാധിപ്പാനും ബോധപ്പെടുത്തുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കാനും എല്ലാം കർത്താവ് തരുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ തീർക്കുന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം. നാം അനവധി വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം ആയി തീരട്ടെ. ആശയങ്ങൾക്കുള്ള മറുപടികൾ നമുക്ക് കാണുവാനും കർത്താവ് സംഗതിയാക്കട്ടെ. എന്ന പകൽക്കാലം അല്പനിമിഷം ദൈവത്തിലായിരിക്കാനെല്ലാം ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അനേക പ്രിയപ്പെട്ടവർ ആ സമയത്തെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ആ സമയത്തെ ദൈവമാകെ എങ്ങനെ വിനിയോഗിക്കാമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കിട്ടുന്ന ഈ വിലപ്പെട്ട അനുഭവങ്ങൾ, ഈ വിലപ്പെട്ട സന്ദർഭം, സമയം അത് വലിയ അനുഗ്രഹമായി തന്നെ തീരട്ടെ. ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലായാലും തിരുവെഴുത്ത് പറയുന്നത് പോലെ തന്നെ 2 3 അവർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനമാകിയാൽ, അവൻ അവന്റെ വാക്കിൽ എപ്പോഴും വിശ്വസ്ത പുലർത്തുന്ന ദൈവമാകിയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ടും സ്തോത്രം ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹ വചനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി വേർതിരിക്കുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനായി കർത്താവിൽ ആശിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തതുപോലെ തന്നെ പിന്നെയും നമ്മൾ അതേ വിഷയങ്ങൾ തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഇച്ചിരി നാളുകൂടെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുന്നു. കാരണം ലോകമെമ്പാടും രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും മരണസംഖ്യ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു സമാപ്തി ദൈവം വരുത്തട്ടെ. എന്നാലും നമ്മുടെ പ്രാർത്ഥന തുടരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിഷയങ്ങൾ കുറയുന്നില്ല, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കുറയുന്നില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതല്ലാതെ തന്നെ മറ്റു ചില വിഷയങ്ങളും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ടല്ലോ.
ദൈവത്തിന് സ്തോത്രം. ആ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാനും കൂടെ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ പകൽക്കാലം ലോകത്തിന് ഇപ്പോൾ 61,49,726 പേരാണ് രോഗികളായി ഭാരപ്പെടുന്നത്. 61.5 ലക്ഷത്തോളം ആൾക്കാർ. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 4 ലക്ഷത്തോളം ആൾക്കാർ, 3,70,500 പേർ ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കുമല്ലോ. 61.5 ലക്ഷത്തോളം ജനം ഇപ്പോൾ രോഗികളായി ഭാരപ്പെട്ട് കഷ്ടപ്പെടുന്നു. കഴിഞ്ഞ രാത്രി നമ്മൾ 60 ലക്ഷം എന്ന് പറഞ്ഞപ്പോഴേക്കും 60.5 ലക്ഷം ഇപ്പോൾ അതിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. 61.5 ലക്ഷം ആൾക്കാർ ഇന്ന് പ്രഭാതത്തിലെ കണക്കുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3.25 ലക്ഷം വരുന്ന ജനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഈ മാരകമായ അസുഖ നിമിത്തം വേർപെട്ടു പോയി എന്ന് നമുക്ക് ദുഃഖത്തോടെ ഓർക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂഖണ്ഡങ്ങളിലെല്ലാം ഉള്ള രോഗികളെ ദൈവം സൗഖ്യമാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ രോഗികളെയും സൗഖ്യമാക്കട്ടെ. തിരുവഴുത്ത് നമ്മൾ കാണുന്ന പോലെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് സൗഖ്യദായകനായ ദൈവമാണ്. അവൻ സൗഖ്യം തരുവാൻ ശക്തനായ ദൈവമാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നതോറും സ്തോത്രം, അവന് യാതൊരു പഞ്ഞവുമില്ല. ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കുവാൻ, ദൈവത്തിന്റെ സൗഖ്യം പിന്നെയും പിന്നെയും പകരുവാൻ, ദൈവത്തിന്റെ സൗഖ്യം ദാനമായി കൊടുക്കുവാൻ ദൈവത്തിന് യാതൊരു ഇഷ്ടക്കേടുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും തോറും സ്തോത്രം, രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. എന്നാൽ രോഗികളായവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സൗഖ്യവും അങ്ങനെയുള്ളവരുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. രോഗികളുടെ സംഖ്യ കൂടുമ്പോൾ തന്നെ ദൈവം സൗഖ്യമാക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് അത് ഒരു വശത്ത് നന്നായിട്ട് നന്ദിയോടുകൂടെ ഓർക്കാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഇപ്പോൾ നമുക്ക് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള രോഗികളായി ഭാരപ്പെടുന്ന 61.5 ലക്ഷം രോഗികളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ ഒരുക്കട്ടെ. ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള രോഗികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള രോഗികളാണ്. അതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 61.5 ലക്ഷം ആൾക്കാർ. അവരെ ഓർത്ത് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്കറിയാം ഈ രാജ്യങ്ങളിലെല്ലാം ആരാധന സ്വാതന്ത്ര്യങ്ങളും പരിമിതപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത് ആരാധനാലയങ്ങൾ തുറന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം തുറന്നിരിക്കുന്നു, അതിന്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു രാജ്യങ്ങളെല്ലാം അതിന്റെ പരിമിതികളോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ദൈവാലയങ്ങളിൽ ആൾക്കാർ കുറയുന്നു, അല്ലെങ്കിൽ ആരാധനയ്ക്ക് ആൾക്കാർ വരുന്നില്ല, അല്ലെങ്കിൽ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. ഇങ്ങനെ പല പരിമിതികളും ആരാധനയുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ എല്ലാ ദേവാലയങ്ങളിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോക്ക്ഡൌണിന്റെ പുതിയ ദിവസം നാളെ തുടങ്ങുന്നു. കാര്യങ്ങളെല്ലാം ഫ്രീ ആകുന്ന ഒരു അനുഭവത്തിലേക്കാണ്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് പ്രാർത്ഥനയിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നാളെ മുതൽ നമ്മുടെ ലോക്ക്ഡൌൺ ഫ്രീ ആകുന്നു. പക്ഷെ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനുള്ളതായിട്ട് നമ്മൾ ആരും കാണരുത്. വളരെ ശ്രദ്ധിച്ച് വളരെ 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 ശ്രദ്ധിച്ച് മാത്രമേ ഇതിനെ കാണാവൂ. ഈ ലോക്ക്ഡൌണിന്റെ ഈ പീരീഡിനെ കാണാവൂ. കാരണം ഇതുവരെയും നമ്മൾ അനുഷ്ഠിച്ച ഇത്തരത്തിലുള്ള പരിമിതികളോടെ ഭവനത്തിലായിരുന്നത് അതിന്റെ ഒന്നും റിസൾട്ട് ഇല്ലാതെ പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് ഒരു വിപത്ത് ഉണ്ടാകാൻ ഇടവരരുത്. നമുക്ക് പ്രത്യേകാൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു സയന്റിസ്റ്റ് മൈക്കിൾ ഗ്രെഗർ എന്ന പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ COVID-19 എന്ന ഈ മാരക രോഗത്തെക്കാൾ മാരകമായ മറ്റൊരു വൈറസ് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഗ്രെഗർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കോവിഡിന് വളരെ മാരകമായ ഒരു വൈറസ് ലോകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകം ഹൗ ടു സർവൈവ് എ പാൻഡമിക് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. കോവിഡിനേക്കാൾ വലിയ മാരക ഒരു വൈറസ് സാധ്യതയുണ്ട്. അത് ലോക ജനതയുടെ പകുതി ജനങ്ങളെ നശിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ദൈവത്തിന് അദ്ദേഹം പറഞ്ഞു, അനാരോഗ്യകരമായി ഈ ഫാമുകളിലുള്ള കോഴികളെ തിന്നുന്നവരിൽ നിന്നാണ് അത് ഉണ്ടാകാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം. നമുക്കത് നിസ്സാരമായി കണ്ടുകൂടാ. അത് ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരണം വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും അദ്ദേഹം പറയുന്നത് ഈ നമുക്കറിയാലോ, ഈ ബ്രോയിലറും ചിക്കനും ഒക്കെ നമുക്കറിയാം, നമ്മളൊക്കെ കഴിക്കുന്നവരാണ്. അത് അനാരോഗ്യത്തോടു കൂടെ
അല്ലെങ്കിൽ അത് അസമയത്താണ് അത് പ്രായപൂർത്തിയാക്കുകയും മനുഷ്യന് അതൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത്. അത് കഴിച്ച് ധാരാളമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ അത്തരത്തിലുള്ള മൃഗഭോജനം കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൃഗങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകുന്നവർക്കൊക്കെ ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1918 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ കോഴികളിൽ നിന്നാണ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന രോഗം പിടിപെട്ടത്. അന്ന് ഏകദേശം ലോകമെമ്പാടും 5 കോടിയിലധികം ആൾക്കാർ മരിച്ചിരിക്കുന്നു എന്നാണ് കണക്ക്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞതേ ഉള്ളൂ. മൈക്കൽ ഗ്രെഗർ എന്ന US പ്രസിദ്ധനായ ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ അത്ര നിസാരമായി കാണേണ്ടതില്ല. വരുന്ന ദിവസങ്ങളിൽ നമുക്കത് ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നാളെ മുതൽ കാര്യങ്ങളിലൊക്കെ ഫ്രീ ആകുന്നു. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് യഥേഷ്ടം ജീവിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടെ പണ്ടത്തെ പോലെ ആകുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പലതരത്തിലും നമ്മളെ സൂക്ഷിക്കുന്നത് എപ്പോഴും സുരക്ഷിതമായിരിക്കുമല്ലോ. നമുക്ക് പൊതുവായി എല്ലാവരെയും സംരക്ഷിക്കാനോ സൂക്ഷിക്കാനോ ഉള്ള പരിമിതികളുണ്ട്. എന്നാൽ നമുക്ക് നമ്മളെ സൂക്ഷിക്കാനായി കഴിയും. പരമാവധി നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനായി ദൈവം സഹായിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു ആരാധനാലയങ്ങൾക്കും അടുത്ത ആഴ്ച മുതൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കേൾക്കുന്നു. അതിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് തൽക്കാലം അറിയില്ല. ഒരുപക്ഷെ ഈ ആഴ്ച അതിന്റെ വിവരണങ്ങൾ വന്നേക്കാം. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് കൂട്ടായി പിന്നെ ചിന്തിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ലോകത്തിൽ 61.5 ലക്ഷം വരുന്ന രോഗികളെ ഓർത്ത് വേഗം പ്രാർത്ഥിച്ചിട്ട് വേഗം മടങ്ങി വരാൻ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ ബാക്കിയുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏകദേശം 3.25 ലക്ഷത്തോളം രോഗികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളുമായി വേർപെട്ടുപോയി. ലോകമെമ്പാടും ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ദൈവഭക്തന്മാർ ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ വേദനകളെയും അവരുടെ സങ്കടങ്ങളെയും ദൈവം അറിയുന്നു. വേഗം ദൈവത്തിന്റെ ആലയത്തിൽ ദൈവമക്കൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിക്കാം. ഇന്ത്യയിലും 1,73,000 ആൾക്കാർ രോഗികളായി ഭാരപ്പെടുന്നു. ആദ്യമായിട്ട് നമുക്ക് ലോകത്തിൽ ഈ കഷ്ടപ്പെടുന്ന രോഗികളെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അനിൽ ബ്രദർ ഈ വിഷയത്തിനായി പ്രാർത്ഥിച്ചാട്ടെ. ലോകമെമ്പാടും രോഗികളായി ഭാരപ്പെടുന്നവർക്ക് ദൈവം സൗഖ്യമാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ ഈ ലോക്ക്ഡൌൺ ഫ്രീ ആകുമ്പോൾ ആ കാര്യങ്ങളും വളരെ പരിമിതപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കുവാനുള്ള ദൈവകൃപ ദൈവം തരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശ്വലെ അനിൽ ബ്രദർ പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്താൽ കർത്താവേ തിരുനാമത്തിൽ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഈ വിശ്വാസകാലം കർത്താവേ ഒരു പ്രാവശ്യം കർത്താവിന്റെ പാദവൃത്തി കടങ്ങളെ സഹായിച്ചതയ്ക്കാൻ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ആഴ്ചക്കാലം ഈ ആഴ്ച വരെയും കർത്താടികളെ പട്ടണത്തിൽ കർത്താവേ അടിയങ്ങൾ ഭവനങ്ങളായപ്പോൾ കർത്താവ് സൂക്ഷിച്ച് പരിപാലിച്ചു കർത്താവേ. കഴിഞ്ഞ ആഴ്ച കണ്ട അനേക ജീവിതങ്ങൾ കർത്താവ് ദൈവമേ സ്തോത്രം. ദിവസം ഈ പ്രഭാതം കാണാതെ ലോകത്തിന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ അനേക ജീവിതങ്ങൾ രോഗികളായി തീർന്നപ്പോൾ ഹല്ലേലൂയ. അനേക ജീവിതങ്ങൾ കർത്താവേ അനേക കുടുംബങ്ങൾ കർത്താവ് ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ കർത്താവേ അനേക കർത്താവ് ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കഷ്ടത നിലനിൽക്കുവാനിരിക്കുമ്പോൾ കർത്താവേ അടിയങ്ങൾക്ക് ആയിരം സ്ഥാനങ്ങളിൽ കർത്താവേ അവിടുന്ന് വിശ്വസരമായ ജനങ്ങളിൽ വിശ്വസര പരിപാലിച്ച കർത്താവിന്റെ വലിയ ദയക്കും വിശ്വസിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ അടിയങ്ങളാടി മെടുക്കുന്ന സാമർത്ഥ്യവും കഴിവൊന്നല്ല കർത്താവ് ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ അടിയങ്ങളെ അവിടുന്ന് കരുതുന്ന കർത്താവ് അവിടുന്ന് പരിപാലിക്കുന്ന കർത്താവിന് വലിയ ദയക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. ജീവിതത്തിലെ അകർത്യങ്ങളെ ഓർക്കാതെ ബലഹീനതയെ ഓർക്കാതെ കർത്താവ് ഓരോ ദിവസവും കർത്താവിന് പരിപാലിക്കുന്ന ദൈവത്തിന് നല്ല ദയക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. അടിയങ്ങളെ ജീവിതത്തിൽ വന്നോട്ട് എല്ലാ ബലഹീന വശങ്ങളും കുറവെല്ലാം ക്ഷമിക്കുന്ന കർത്താവ് ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസം കർത്താവിനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ അടിയങ്ങൾ അവിടെ സഹായം സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. ഈ നാട്ടിൽ കർത്താവിന്റെ പാദപ്പെടുത്തി വീണ്ടും കർത്താവേ അടുത്ത് വന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുകൊണ്ട് അടിയങ്ങൾ അവിടുന്ന് സഹായിക്കുന്നതായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ ദൈവമേ. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് ലോകത്തിന് 5 വൻകരകളിലും കർത്താവ് ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അനേക കർത്താവേ സമാധാനമില്ലാത്ത ജീവിതത്തിൽ കർത്താവ് ദൈവമേ ഹല്ലേലൂയ. കർത്താവ് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ കർത്താവ് ലോക ജനതയായിരിക്കുമ്പോൾ കർത്താവേ അടിയങ്ങൾ കർത്താവെ പാദപ്പെടുത്തികൾ മുഴുവൻ മുടക്കാനും കർത്താവ് ഒരു പ്രാവശ്യം കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താനും കർത്താവെ അടിയൻ ജീവിതത്തിൽ നല്ല അവസരത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവ് ദൈവമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശ്രവണ പരിധിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. അടിയങ്ങളെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു. അടിയങ്ങളെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന് മേൽ കർത്താവിന് വലിയ സ്ഥാനത്ത് ഉണ്ടാക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവ്. ഈ നാളിൽ കർത്താവ് ലോകത്തിൽ വ്യാപരിക്കുന്ന കർത്താവെ ഈ വലിയ കർത്താവ് മഹാമാരിയിൽ നിന്ന് കർത്താവ് ഈ വൈറസിന്റെ വ്യാപനത്തിൽ നിന്നൊക്കെയും കർത്താവ് ദൈവമേ ഹല്ലേലൂയ ലോകരാജ്യങ്ങളൊക്കെ അവിടെ വിടിയിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവ് ദൈവമേ ഹല്ലേലൂയ. കർത്താവ് മാധ്യമങ്ങൾ കൂടെ 10 ദ്വാര കർത്താവെ അനേക കർത്താവെ വലിയ നേരുന്ന കർത്താവ് വാർത്തകളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ ദൈവമേ സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. അകലത്തിനെയും ശാസ്ത്രിപ്പാൻ മതിയായ ദൈവം ഞങ്ങൾ ജീവിതത്തിലുള്ള നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. കാറ്റിനെയും കടലിനെയും ശാസ്ത്ര ദൈവം ഹല്ലേലൂയ. കർത്താവ് ദൈവമേ രോഗികളെ സൗഖ്യമാക്കിയ ദൈവമേ ഹല്ലേലൂയ. നാല് കർത്താവ് ലോകം നേരിടുന്ന എല്ലാ പ്രതിസന്ധിക്കും കർത്താവെ പരിഹാരകനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതായിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതേ സ്തുതി
സ്തോത്രം കർത്താവേ ഹല്ലേലൂയ. അടിങ്ങളെ ഭവനങ്ങളെയും പരിസരങ്ങളൊക്കെയും കർത്താവിന്റെ മുദ്രയിട്ട് സൂക്ഷിക്കാൻ ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവേ. അടിങ്ങളെ വ്യക്തികളെ അവിടെ മുദ്രയിട്ട് സൂക്ഷിക്കാൻ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവേ. വിശേഷാൽ കർത്താവേ കഴിഞ്ഞ രണ്ട് മാസത്തിന് ഉപരി കർത്താവിടെ ഞങ്ങൾ ഭവനത്തിലായിരിക്കാൻ നിങ്ങളെ സഹായിച്ച കർത്താവേ. എന്നാൽ കർത്താവേ ഹല്ലേലൂയ ലോകത്തിൽ നിയമാനുശാസിക്കുന്ന പ്രകാരം നാളെ കാലം മുതൽ കർത്താവേ അല്പം ഫ്രീ ആയ അവസ്ഥയിലേക്ക് കർത്താവ് ലോക രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവമേ സ്തുതിക്കുന്നു ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ ചേർന്നുകൊണ്ട് കർത്താവ് ദൈവമേ ഹല്ലേലൂയ അവിടുത്തെ മുഖത്ത് നോക്കിക്കൊണ്ട് ജീവിക്കാൻ അടിങ്ങളെ അവിടുന്ന് സഹായിക്കണം നന്ദിയോ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവേ. ഈ ലോക കർത്താവേ ഈ സമൂഹത്തിലൊക്കെ അടിങ്ങൾ ഇറങ്ങുമ്പോൾ കർത്താവ് ദൈവമേ ആയിരിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് സൂക്ഷിക്കണേ പരിപാലിക്കണ ദൈവമേ സ്തുതിക്കുന്നു സ്തോത്രം. അവിടുത്തെ കൃപയിലൊക്കെ നിറയ്ക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുമ്പോൾ നന്ദിയോ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവേ. വീണ്ടും കർത്താവിന്റെ കൃപയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് വിശ്വനാടികൾ അയക്കുന്ന പഠനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ പഠനത്തിൽ ലോകത്തിലെ വ്യാപനമൊക്കെ വളരെ അധികമാണ് ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. അതിന് മധ്യത്തിലൊക്കെ അടികൾ കടന്നു പോകേണ്ടതുകൊണ്ട് കർത്താവ് ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. അവിടുന്ന് കർത്താവ് അടിങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണ ദൈവമേ ഹല്ലേലൂയ. അടികൾ മാനുഷികമായ ഒരു കർത്താവ് സംരക്ഷണം ഈ നാളിൽ സംരക്ഷണമല്ല കഴിഞ്ഞിരിക്കുന്ന കർത്താവ് ദൈവമേ സ്തോത്രം കർത്താവ്. അടികളൊക്കെ പണമോ സമ്പത്തോ ധനമോ ഒന്നും അടികളെ സംരക്ഷിക്കില്ല എന്നാൽ ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. നാഥൻ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ കർത്താവെ അവിടുന്ന് മാത്രം നൽകുന്ന എല്ലാ സംരക്ഷണം നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ അടികൾ ആയിരിക്കുമ്പോൾ കർത്താവെ അടികളെ സൂക്ഷിക്കണേ പരിപാലിക്കണേ കർത്താവെ. ഒരു കർത്താവ് ഒരു അനർത്ഥവും പ്രയാസവും കൂടാതെ കർത്താവ് നിങ്ങളെ പരിപാലിക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവെ. അസ്ഥാനർത്ഥം പ്രയാസം കാരണമാക്കാതെ കർത്താവ് അടിങ്ങളെ സൂക്ഷിക്കുന്ന ദയക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അടിങ്ങളെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളോട് സ്തുതിക്കുന്ന വിശേഷാൽ അടിങ്ങളെ പൈതങ്ങളൊക്കെയും കർത്താവ് ലോകരാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ കർത്താവ് ജോലിയോ ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ബന്ധപ്പെട്ട് വായിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങളോട് സ്തുതിക്കുന്നു കർത്താവെ. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന കർത്താവ് ദൈവമേ ഹല്ലേലൂയ. അവിടുത്തെ രക്തത്താൽ മയത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാണ് നന്ദിയോ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവെ. അവരായിരിക്കുന്ന മേഖലകളൊക്കെയും കർത്താവ് പൊതു സൂക്ഷിക്കണം നന്ദിയോ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവ് ദൈവമേ ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസക്കാലം കർത്താവ് പാതപ്പെടുത്തി മുഴങ്ങാൻ മുടക്കാനും കർത്താവെ പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും ഒക്കെ അടിങ്ങൾ ഒഴിക്കാൻ നല്ല അവസരം നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവെ. അടിങ്ങൾ എല്ലാ സഭയും കുടുംബങ്ങൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവ് ദൈവമേ ഹല്ലേലൂയ. അവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ കൃപയിൽ കർത്താവ് അവിടുത്തെ പരിജ്ഞാനത്തിലായിരിക്കും നിങ്ങളെ സഹായിക്കണം നന്ദിയോ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവെ. കർത്താവ് ദൈവമേ സംസാരിക്കുന്ന ദാസനം ബലപ്പെടുന്ന കർത്താവ് ദൈവമേ ഹല്ലേലൂയ. അടിങ്ങൾ കേൾക്കുന്ന മാധ്യമത്തെ കർത്താവ് ദൈവമാണ് സംരക്ഷിക്കുന്ന കർത്താവ് ദൈവമേ ഹല്ലേലൂയ. ഒരു പ്രയാസവും പ്രതിസന്ധി കൂടെ കർത്താവ് പരിപാടിക്ക് നന്ദിയോ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവ്. വീണ്ടും ഞങ്ങൾ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരും ആയിരിക്കും സ്ഥാനങ്ങളിൽ കർത്താവ് സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന കർത്താവെ. ആരെങ്കിലും ശാരീരികമായ ക്ഷീണ പ്രയാസങ്ങൾ അയക്കുന്ന കർത്താവ് വിടുതൽ സൗകര്യം കരമേക്കണം ദൈവമേ സ്തുതിക്കുന്നു. ഓരോരുത്തർക്കും കർത്താവ് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാകാൻ അനുവദിക്കൽ കർത്താവ് ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. ഇന്നാൾ കർത്താവ് വളരെ പ്രയാസങ്ങളും ഞെരുക്കത്തിലൊക്കെ അയക്കുന്നവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം. ആവശ്യമായ വഴികളെ തുറക്കണം നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവ് ദൈവമേ ഹല്ലേലൂയ. വീണ്ടും അല്പസമയം കർത്താവ് അവിടുത്തെ അയക്കുമ്പോൾ കർത്താവ് ദൈവമേ ഹല്ലേലൂയ. അവിടുത്തെ കൃപയിൽ നിങ്ങൾ നന്ദിയോ സ്തുതിക്കുന്നു സ്തോത്രം കർത്താവ് ദൈവമേ ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവ് പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ നിങ്ങളെ സഹായിച്ചില്ല കർത്താവ്. വീണ്ടും കർത്താവെ അവിടുത്തെ പാദത്തിൽ നിങ്ങൾ അയക്കട്ടെ അനുഗ്രഹത്തോടെ സഹായിക്കണം. പ്രാർത്ഥന ഞാൻ കേട്ട സ്തുതിക്കും മാനവമോത്വത്തിൽ താഴ്മൊഴി അയക്കുന്നത് കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ രാജ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏകദേശം 1,73,763 പേർ രോഗികളായി ഭാരപ്പെടുന്നു. 1,73,000-ലധികം ആൾക്കാർ രോഗികളായി ഭാരപ്പെടുന്നു. ഏകദേശം 5,000-ഓളം ആൾക്കാർ മരണപ്പെട്ടു കഴിഞ്ഞു. 82,000-ലധികം ആൾക്കാരെ ദൈവം ഇതിനോടകം സൗഖ്യമാക്കി. അത് നമ്മൾ നന്ദിയോടെ ഓർക്കണം. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ സൗഖ്യമാകുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. 82,000 ആൾക്കാരെ ദൈവം ഇതിനോടകം നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലുമായി സൗഖ്യമാക്കിയിട്ടുണ്ട്. ദൈവം അവരെ എല്ലാവരെയും പിന്നെയും ബലത്തോടിരിക്കാനായി സഹായിക്കട്ടെ. ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്ന നമ്മുടെ രാജ്യത്തിലുള്ള 1,73,000-ഓളം ആൾക്കാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മഹാരാഷ്ട്രയിൽ ഏകദേശം 62,000-ഓളം ആൾക്കാർ ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നു. 2,000-ലധികം ആൾക്കാർ മരിച്ചിരിക്കുന്നു. ധാരാളം ആയിരക്കണക്കിന് രോഗികളെ ദൈവം സൗഖ്യമാക്കിയിരിക്കുന്നു. നമുക്കത് നന്ദിയോടെ ഓർത്ത് ദൈവം ഭാഗ്യം നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, മരണസംഖ്യയും കൂടുന്നു. താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മരണസംഖ്യ കുറവാണെങ്കിലും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി മലയാളികൾ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഈ വിധത്തിൽ ഒരുക്കി കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുജനങ്ങൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ ഒക്കെ നാട്ടിലുണ്ടല്ലോ, അവർ നാട്ടിലാണല്ലോ. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജന്മദേശത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ കുറഞ്ഞത് 5 ദിവസം വളരെ ശക്തമായ മഴയുണ്ടാകും എന്നാണ് നിരീക്ഷണം. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലുള്ളതുപോലുള്ള
പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം നമ്മുടെ സംസ്ഥാനത്തെ സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഒരു മഹാമാരിയുടെ കെടുതിയിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പ്രയാസം കൂടെ ഉണ്ടാകുന്നത്, പ്രകൃതിയുടെ പ്രയാസം ഉണ്ടാകുന്നത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രകൃതിയുടെ കെടുതികളൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ ഇടവരാതെ, മഴയുടെയോ വെള്ളത്തിന്റെയോ മറ്റ് ദുരന്തങ്ങളോ ഒന്നും ഉണ്ടാകാതെ നമ്മുടെ സംസ്ഥാനത്തെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ ഇവരെല്ലാവരെയും ദൈവം സൂക്ഷിക്കേണ്ടതിനായി, വിശേഷാൽ അവിടെയുള്ള ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവാലയങ്ങളെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ ആകമാനമുള്ള ഈ കണക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടല്ലോ. 1,73,000 പേർ രോഗികളായി ഭാരപ്പെടുന്നു. 82,000-ലധികം ആൾക്കാരെ ദൈവം സൗഖ്യമാക്കി. മഹാരാഷ്ട്രയിൽ 62,000-ഓളം ആൾക്കാർ രോഗികളായി ഭാരപ്പെടുന്നു. 2,000-ലധികം ആൾക്കാർ മരണപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിലും ഓരോ ദിവസവും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും വെട്ടുക്കളുടെ പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അത് ശാന്തമായിട്ടുണ്ട്. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അതാത് സമയത്ത് അതിന്റെ മറുപടികൾ അയച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥന തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ത്യയിലുള്ള ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള ഈ രോഗികളെ ഓർത്തും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള രോഗികളെ ഓർത്തും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ ദൈവമക്കൾക്ക് ആരാധിപ്പാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും വരുന്ന ദിവസങ്ങളിൽ ദൈവമക്കൾക്ക് ഈ രാജ്യത്ത് ഉണ്ടാകുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവം സൽബുദ്ധി കൊടുക്കട്ടെ. ഏത് നിലയിലാണോ ജനത്തിന് ആവശ്യമായ നടപടികൾ എടുക്കേണ്ടത് അതിന് അവരെ ദൈവം പ്രാപ്തന്മാരാക്കുവാനായി ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേന്ദ്രത്തിൻ്റെതായാലും സംസ്ഥാനങ്ങളുടേതായാലും ഭരണാധികാരികളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ സമൂഹത്തിൽ വളരെ എതിരായി തെരുവുകളിൽ കഴിയുന്ന, ഓരോ ദിവസവും ജോലി ചെയ്ത് അന്നന്നത്തെ വരുമാനം കണ്ടെത്തുന്ന കോടിക്കണക്കിന് ആൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ എല്ലാം വരുമാനം നഷ്ടമായി, അവരുടെ ജീവിതം വളരെ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസം സ്വന്തം കുഞ്ഞിന് പാല് വാങ്ങി കൊടുക്കാൻ കഴിയില്ല എന്ന പരാജയം ഏറ്റെടുത്തുകൊണ്ട് ഒരു അച്ഛൻ ഓടി വന്ന ട്രെയിനിന്റെ മുമ്പാകെ ചാടി അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിച്ചത് വാർത്തയായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യയുടെ ഒരു പൊതുചിത്രമാണിത്. ഇതാണ് ഇന്ത്യയുടെ ഒരു ദുരന്ത മുഖം. നമുക്കത് അതിന്റെ ഗൗരവത്തോടെ കാണാം. സ്തോത്രം. തന്റെ സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ പാല് വാങ്ങി കൊടുക്കാൻ കഴിയാത്ത ഒരു പിതാവിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം അപ്പൻ എന്ന നിലയിൽ, അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടത് കൊണ്ട് ഓടി വന്ന ട്രെയിനിന്റെ മുമ്പാകെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖം. സ്തോത്രം. ഭരണാധികാരികൾ എന്തൊക്കെ അവകാശപ്പെട്ടാലും ദരിദ്രരായവരും കഷ്ടം അനുഭവിക്കുന്നവരും രോഗികളായിരിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അത് അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സമൂഹത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കാം, ദുരിതം അനുഭവിക്കുന്നവരെ ഓർക്കാം, പട്ടിണി പാവങ്ങളെ ഓർക്കാം. സ്തോത്രം. രോഗികളായിരിക്കുന്നവരെ ഓർക്കാം, തെരുവുകളിലായിരിക്കുന്നവരെ ഓർക്കാം. അവരെല്ലാം ദൈവം അതാത് സ്ഥാനങ്ങളിൽ വിടുവിക്കട്ടെ. നമ്മുടെ പരിമിതികൾ നമുക്കറിയാം. നമുക്ക് എത്ര പേരെ സഹായിക്കാൻ കഴിയുക. എന്നാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. തിരുവഴുത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ സർവ്വജനത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സകലരെയും അനുഗ്രഹിക്കുന്ന ദൈവം, സകലർക്കും ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ത്യയിലുള്ള ഈ പൊതുവായ വിഷയത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ മനസ്സിലാക്കുന്നു സജിമോൻ ജോർജ് ബ്രദർ എന്നെ കേൾക്കുന്നത് മനസ്സിലാക്കുന്നു. ബ്രദർ സജിമോൻ ജോർജ് ഇന്ത്യയിലുള്ള ഈ പൊതുവായ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചാണ്. ബ്രദർ സജിമോൻ ജോർജ്. നിത്യമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ സമയം ദൈവമേ, ഞങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ സ്തുതിപ്പാനും ദൈവമേ, ഈ അവസ്ഥയിൽ ഇത്രത്തോളം നീ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതാവേ. ഇന്നയോളം നീ പരിപാലിച്ചു, ഓരോ ദിവസവും വഴി നടത്തി ദൈവമേ, ഇത്രത്തോളം നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നതാവേ. ദൈവമേ, കഴിഞ്ഞ 2 മാസത്തിൽ കൂടുതലായി ഭവനങ്ങളിലായിരിക്കാനും ഭവനങ്ങളെ കുടുംബങ്ങളായി സൂക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതോളം നിർത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നതാവേ. ഈ മഹാമാരിയുടെ പ്രയാസങ്ങളിൽ നിൽക്കാതെ വേണം നിന്റെ കുടുംബമായി ഞങ്ങളെ പരിപാലിച്ച് ഈ ദേശത്ത് ഞങ്ങളെ നിർത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നതാവേ. വിശേഷാൽ ഈ വിശുദ്ധ ദിവസത്തില് മെയ് മാസത്തിന്റെ അവസാന ദിവസത്തിലെ തലകളെ ഉണപ്പാൻ അല്പസമയം അങ്ങക്ക് വേണ്ടി സ്തുതി കരറ്റുവാൻ, മഹത്വം കരറ്റുവാൻ അവസരം നീ ഒരുക്കി തന്ന വൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നതാവേ. കഴിഞ്ഞ ദിവസങ്ങളിലെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ മക്കളെ അവിടെവിടങ്ങളെ പൊതിയുകയും സൂക്ഷിക്കുകയും ചെയ്തല്ലോ. കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച വിഷയങ്ങൾ തിരുസന്നിധിയിലേക്ക് വെക്കുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ വിരാർ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മഹാരാഷ്ട്രയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
രോഗത്തിന്റെ പ്രയാസം വളരെ കൂടുതലായിട്ടുള്ള ദേശമാണല്ലോ. എന്നാൽ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്നൊരു വിടുതൽ പെരുമാറാകണമേ എന്ന് ഞങ്ങൾ സഭയായി അപേക്ഷിക്കുന്ന അങ്ങ് പരിപാലിക്കുകയും സമയത്ത് അങ്ങയുടെ കരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സൂക്ഷിക്കുകയും മരണം സംഭവിച്ചു ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകരുണ്ടല്ലോ കർത്താവേ. ദൈവമേ, അനേകർ ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിരിക്കുന്നല്ലോ. അനേകർ ദൈവമേ രോഗത്താൽ വേദനിക്കുന്നല്ലോ കർത്താവേ. അവർക്ക് ആശ്വാസകനായി കൂടെ ഇരിക്കണമേ. അവർക്ക് വിടുതൽ ഗാനം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും നീ സൂക്ഷിക്കുമാറാകണം കർത്താവേ. വിശേഷാൽ ഇതുമായി ബന്ധപ്പെട്ട് ദൈവമേ കഴിഞ്ഞ 2 മാസക്കാലം ഭവനങ്ങളിലായിരുന്നു. അനേകർക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കർത്താവേ. അനേകർക്ക് നിത്യവൃത്തിക്കുള്ള അവസരമില്ലാത്ത അവസ്ഥകളുണ്ടല്ലോ. ഞങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ അനേകർ പട്ടിണിയാൽ മരിച്ച അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട് കർത്താവേ. എങ്കിലും നീ ഇന്നയോളം നിർത്തുന്നു. ഇതിനെല്ലാം ഒരു വിടുതൽ നിദാനം ചെയ്യുമാറാകണമേ. അടുത്ത ദിവസങ്ങളിൽ എല്ലാം നീ സ്വന്തമായി ചെയ്തു തരുന്നു ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. നീ സൂക്ഷിച്ചാട്ട് പരിപാലിച്ചാട്ട് നീ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിശേഷാൽ ഞങ്ങൾ സഭയായി ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്ന കർത്താവേ. ഈ സമയ ഭവനങ്ങളിലും ചർച്ചിലുമായി തലകളെ വണക്കിന്റെ മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തലകൾ വണക്കുവാൻ സാധിക്കാത്ത ഭവനങ്ങളായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബമായി നീ അവരെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ കർത്താവേ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളെ നീ വിടുവിച്ച് നീ അവർക്ക് വേണ്ടുന്ന കൃപകളെ ദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി പ്രയാസപ്പെടുന്നുണ്ടെന്ന് വിടുതൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അല്പനേരം നിന്റെ സന്നിധിയിൽ ദൈവമേ ഞങ്ങൾ വചനം കേൾപ്പാനെങ്കിൽ സ്തുതി കരേറ്റുവാനും അവസരം നിയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ തലമുറയ്ക്ക് എല്ലാ മക്കളെ ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്ന കർത്താവേ. ദേവദാസനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നീ വചന ശുശ്രൂഷ കൃപ നീദാനം ചെയ്താട്ട് കർത്താവേ. ദൈവമേ ആദ്യം ഭരിച്ചു നടത്തുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശേഷ നമ്മുടെ ദൈവസഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളായി ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി നമുക്ക് നമ്മുടെ ഭവനങ്ങളിലായിരിക്കാനായി ദൈവം ഇടയാക്കി. എന്നാൽ യാതൊരു ദോഷവും കർത്താവ് ഇതുവരെയും വരുത്തിയില്ല. നമുക്കെല്ലാം ദൈവം എല്ലാവിധമായ നന്മകളും വിശേഷാൽ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളും ആ ദൈവകൃപയും അനുഭവിക്കാനായി ദൈവം സഹായിച്ചു. നമുക്ക് പിന്നെയും അത് ദൈവം പാകെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവം പാകെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷാൽ നേഴ്സസായി ജോലി ചെയ്യുന്ന ഷിനും അതുപോലെ നമ്മുടെ മറ്റു സഹോദരിമാരെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. രാജ്യത്തും പുറത്തുമായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തങ്ങളുടെ പ്രവർത്തന മേഖലകളിലായിരിക്കുന്നു. അവര് ഈ രോഗികളുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ ട്രീറ്റ്മെന്റിലും ആയിരിക്കുന്നു. അവരെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യാതൊരു ദോഷവും ഇതുവരെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല. ദൈവം കരുതിയ കൃപകൾക്കായി ദൈവത്തിന് മഹത്വം കരയറ്റാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ തുടരേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് ദൈവം മനസ്സിലേണ്ടതിനായി അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലായിരിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതാത് ദൈവം കാക്കട്ടെ, പരിപാലിക്കട്ടെ. നമ്മുടെ സഭയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ പ്രായമായി ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലായിരിക്കുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായിരിക്കുന്നു, കേരളത്തിലുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായമുള്ളവരുടെ കാര്യം നമ്മൾ വിശേഷാൽ ഓർക്കണമല്ലോ. ഈ ഘട്ടം അത് വിശേഷ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രായമുള്ള പ്രിയപ്പെട്ടവർ, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകത്തെ പല രാജ്യങ്ങളിലായിട്ട് നമ്മുടെ മാതാപിതാക്കൾ ശാരീരികമായ ക്ഷീണം അനുഭവിക്കുകയും
പ്രയാസങ്ങളോടുകൂടെ മുന്നോട്ട് പോകുന്നു. അവരെല്ലാവരും ദൈവം ശരീരത്തിന് ബലം കൊടുത്തും ആരോഗ്യം കൊടുത്തും വിശേഷാൽ ദൈവിക പ്രത്യാശയിൽ എല്ലാവരെയും നിലനിർത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ടുള്ള അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫ്, ഇവരെല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം പലർക്കും വരുമാനം കുറഞ്ഞിരിക്കുന്നു. വളരെ പ്രയാസകരമായ അനുഭവത്തിലാണ് പോകുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകുന്നു. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ചില ഒരു വശത്ത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. ദൈവം അതെല്ലാം അറിയുന്നു. ദൈവം തക്ക സമയത്ത് എല്ലാത്തിനും നന്മയായി സകല കാര്യങ്ങളും ചെയ്യുന്ന ദൈവമാകിയാൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ഒരാഴ്ചക്കുള്ളിൽ ഈ സംസ്ഥാനത്ത് മഴയുണ്ടാകുമെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊന്നും നമുക്ക് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കോ നമുക്കാർക്കും ഒരു ദുരന്തമോ പ്രയാസത്തിനോ കാരണമാകാൻ ഇടവരാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലില്ലേ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് എല്ലാ കുടുംബങ്ങളുടെയും പേര് പറയാൻ ഇപ്പോൾ പ്രായോഗികമായ പ്രയാസമുണ്ടെങ്കിലും പൊതുവായി നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നേഴ്സസായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, വിദേശങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രായമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സിസ്റ്റർ ഷിബി നമ്മെ പ്രാർത്ഥനയെ സഹായിക്കുന്നത്. സിബി സിസ്റ്റർ പ്രാർത്ഥിക്കാം. ഷിബി സിസ്റ്റർ. Hallelujah, hallelujah, hallelujah. Oh, gracious and most heavenly Father, thank you, Lord, for giving us this one more Sunday, oh Lord, to come in the midst, oh Lord, as we are in all our houses, oh Lord. Thou hast given us this opportunity, oh Lord, to praise thee and to glorify thee, oh Lord, in the midst of all this pandemic and this COVID-19, oh Lord. Thou hast kept us all safely, oh Lord. We thank you and praise you, oh Lord. My heavenly Father, we pray for all our families, oh Lord, from Agashi to East, oh Lord. Bless each and every one, oh Lord. Heavenly Father, thy grace is sufficient, O Lord. Thou keep us safely, O Lord. We know, O Lord, 1,000 will fall at your right, or 10,000 at your right, but we will not come near thee, O Lord. Oh, my heavenly Lord, thank you, Lord, for keeping us all safely, O Lord, under thy wings, O Lord. My heavenly and most gracious Lord, we pray especially, O Lord, for all the nurses, O Lord, in our congregation, O Lord. Bless each and one of them, O Lord. O Lord, bless them, O Lord, in their workplace, O Lord. Cover them in the most precious blood, O Lord. Let the Holy Spirit be with them, O Lord, in their going and coming, O Lord. Keep your angels guarding over them, O Lord. Let not this attack anybody, O Lord. Heavenly Father, we pray for our children who are abroad, O Lord. Bless them, O Lord. Be with them, O Lord. My Heavenly Father, we know, O Lord, thou takest care of us, O Lord. Thou keep us safe, O Lord, wherever we are, O Lord. We pray, O Lord, especially, O Lord, for our parents, our grandparents who are in Kerala, O Lord. Be with them, O Lord. In whichever place they are, O Lord, keep them all safely, O Lord. Those who are abroad, O Lord, take care of them, O Lord. My Heavenly Father, in this old age, O Lord, let it attack them in any way, O Lord. My Heavenly Father, we pray for our Kerala state, we pray for Maharashtra, we pray for Virar. Bless each and every country. We pray for all the countries abroad, O Lord. My Heavenly Father, we pray, O Lord, for all the patients who are sick, O Lord. Give them a speed recovery, O Lord. We pray for the families, O Lord, who are going through trouble, O Lord, financial crisis, O Lord. Deliver them from this financial crisis, O Lord. Give them a deliverance, O Lord. For all those who are not having a job, O Lord, meet the requirements at the right time, O Lord. My Heavenly Father, thou art a provider. The earth is the Lord, and the fullness thereof, and all that they dwell in, O Lord. Nothing happens, Lord, without thy knowledge, O Lord. Thou take care of us, O Lord. Cover us in the precious blood, O Lord. My Heavenly Father, once again, O Lord, we submit all our families. We pray for the monsoon session which is going to take place, O Lord. Let not attack anybody anywhere, O Lord. We pray for our Kerala state, especially last year. Let nothing happen like last year, O Lord. Cover everyone in the precious blood, O Lord. My Heavenly Father, give ear to all our prayers and answer our prayers, O Lord. We ask in the mighty name of our Lord and Savior Jesus Christ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നന്ദി കരേറ്റാം. കർത്താവേ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അതാത് ഭവനങ്ങളിൽ അനുഗ്രഹത്തോടെ കാക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കാനും അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനെല്ലാം ദൈവം സംഗതിയാക്കി. നമ്മുടെ പ്രാർത്ഥന തുടരട്ടെ. പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ പിന്നെയും ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിച്ചു മടുത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ദൈവകൃപ ഏറ്റെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാനുള്ള പുതിയ ശക്തി ഏറ്റെടുക്കുവാൻ ദൈവം നമുക്ക് ഈ ദിവസങ്ങളെല്ലാം കൃപ തന്നു. പുതിയ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാനെല്ലാം ദൈവം കൃപ ചെയ്തു. നാളിതുവരെ നമ്മൾ ശീലിച്ച പ്രാർത്ഥനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി
പുതിയ പുതിയ പ്രാർത്ഥനകളിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തായാലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാനും ആത്മശക്തി ഏറ്റെടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവ് വന്ദനം പറയുന്നു. ദൈവത്തിന്റെ വചനം ഒരൽപ്പ നിമിഷം ചിന്തിക്കുവാനായി ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 39 മുതൽ 43 വരെയുള്ള വാക്യം. Deuteronomy chapter 32 verses 39 to 43. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 39-ാമത്തെ വാക്യം മുതൽ 43-ാമത്തെ വാക്യം മുതൽ. ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി നിത്യനായിരിക്കുന്ന എന്നാണ്. എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി. എന്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എന്റെ അസ്ത്രങ്ങളെ ലഹരിപ്പിക്കും. എന്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും. ജാതികളെ അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പിക്കും. അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. ദൈവത്തിന്റെ സ്തോത്രം. മോശയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് നമുക്കറിയാമല്ലോ. മോശയുടെ ജീവിതത്തിന്റെ അന്ത്യ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനതയ്ക്ക് എഴുതി അറിയിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മോശയെക്കുറിച്ചും യോശുവയെ കുറിച്ചൊക്കെ ചിന്തിപ്പാനിടയായി. സ്തോത്രം. അവിടെ എല്ലാം നമ്മൾ വായിച്ചത് നമ്മെ ധൈര്യത്തോടെ ഇരുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോശുവോട് പറയുന്നത്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്റെ മുമ്പാകെ ആരും എഴുന്നേറ്റ് നിൽക്കില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഭ്രമിച്ചു നോക്കരുത്. സ്തോത്രം. അധൈര്യപ്പെട്ടു പോകരുത്, ഭയപ്പെട്ടു പോകരുത്. ധൈര്യവും ശക്തിയുമുള്ളവനായിരിക്കുക എന്ന് യോശുവയോട് ദൈവം പറയുന്നത് നമുക്ക് കാണാനായി കഴിയും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു. ദൈവം മുമ്പാകെ ഏതെല്ലാം അവസ്ഥയിൽ എങ്ങനെയെല്ലാം ആയിരിക്കണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ചു. അതെ, പൗലോസ് പറഞ്ഞൊരു പദം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പൗലോസ് പറഞ്ഞത്, എനിക്ക് താഴ്ചയിലിരിക്കാനും ബുദ്ധിമുട്ടിലിരിക്കാനും അറിയാം എന്നാണ്. താഴ്ചയിലിരിക്കാനും ബുദ്ധിമുട്ടിലിരിക്കാനും എനിക്ക് അറിയാമെന്ന് പൗലോസ് എഴുതുമ്പോൾ സ്വന്തം താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു. അവിടെ ആയിരുന്നുകൊണ്ടും പൗലോസ് പറയുന്നത്, എനിക്ക് ഈ പശ്ചാത്തലത്തിലും എനിക്ക് ജീവിക്കാൻ അറിയാം. ഞാൻ അത് പഠിച്ചിരിക്കുന്നു, ഞാൻ അത് ശീലിച്ചിരിക്കുന്നു. താഴ്ചയിൽ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കാനും ഞാൻ പഠിച്ചിരിക്കുന്നു, ഞാൻ ശീലിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഒരു സൗഭാഗ്യങ്ങളും ഇല്ലെങ്കിലും ഈ താഴ്ചയുടെ അനുഭവത്തിൽ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാനായി കഴിയും എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ ആ പ്രസിദ്ധമായ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണല്ലോ. ഞാൻ താഴ്ചയിൽ ഇരിക്കാനും ബുദ്ധിമുട്ടിലിരിക്കാനും ഞാൻ പഠിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഈ ഘട്ടങ്ങളിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മെ ദൈവം ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. യോശുവയോടും തന്റെ പൂർവ്വപിതാക്കന്മാരോടും ദൈവം പറഞ്ഞ വാക്കുകൾ യോശുവയോട് വിശേഷാൽ പറയുന്നു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. സ്തോത്രം. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ഒക്കെ ദൈവം ഉണ്ടായിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. അങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരോടുകൂടെ ദൈവമായിരുന്നു, അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം ദൈവം ക്ഷേമമായി നടത്തി. അവരുടെ ജീവിതത്തിന്റെ പച്ചയായ ഘട്ടങ്ങളിൽ കൂടെ അവർ മുന്നോട്ട് പോയപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, ദൈവത്തെ സേവിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങൾ മാറോട് ചേർത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായി കഴിഞ്ഞു. അത് അവർക്ക് പിൽക്കാലത്ത് സ്വന്തം കുടുംബത്തിനും തലമുറകൾക്കും അനുഗ്രഹമായിരുന്നു എന്ന് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ മോശ തന്റെ ജനമായ ഇസ്രായേലിനോട് പറയുന്നത്, എന്റെ മരണശേഷം നിങ്ങൾ, ഇതൊരു പ്രവചനമായിട്ടാണ് മോശ പറയുന്നത്, എന്റെ മരണശേഷം നിങ്ങൾ വർഷത്തോളം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. വഴിവിട്ട് നിങ്ങൾ ജീവിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത്
നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് അതൊരു അനർത്ഥമായി ഭവിക്കും എന്ന് മോശ അവരെ നോക്കി പ്രവചിക്കുന്നത് കാണാനായി കഴിയും. ആ പ്രവചന ശേഷം അധികം നാള് മോശ ജീവിച്ചില്ല. സ്തോത്രം. 31-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലെ കാര്യമാണ് ഞാൻ പ്രതിപാദിച്ചത്. ദൈവത്തിന് സ്തോത്രം. 34-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയുടെ മരണത്തെ നമുക്ക് കാണാനായി കഴിയും. എന്ന് പറഞ്ഞാൽ താൻ ഈ പ്രവചനം പ്രവചിച്ചിട്ട് അധികം നാൾ ഈ ഭൂമിയിൽ ഉണ്ടായില്ല. ആ പ്രവചനം ദൈവജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഏറ്റെടുത്തോ എന്നത് ചരിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അവരോട് പറയുന്നത്, നിങ്ങൾ എന്റെ മരണശേഷം വഷളത്വം പ്രവർത്തിക്കും, ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള ദൈവത്തിന്റെ വഴിവിട്ട് നിങ്ങൾ മാറിക്കളയും എന്നെനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവത്തെ കോപിപ്പിക്കും. അത് നിങ്ങൾക്ക് ഭാവി കാലത്ത് അനർത്ഥമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഇസ്രായേൽ ജനതയോട് മോശ പറഞ്ഞ പ്രവചനം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവൻ ദൈവമായ ഒരു പാട്ട് പാടുന്നു. അതാണ് 32-ാം അധ്യായം മുഴുവൻ. 32-ാം അധ്യായം മുഴുവൻ ഒരു പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമാകെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ നന്മകളെ ധ്യാനിച്ചുകൊണ്ട് പലതരത്തിലുള്ള പല വീക്ഷണഗതിയിലുള്ള ഒരു പാട്ടാണ് 32-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത്. അതിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് മുതൽക്കാലം ധ്യാനത്തിനായി വായിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക് വരുന്നത്, യഹോവ മാത്രമാണ് ദൈവം എന്നതിന്റെ തെളിവുകളാണ് നമുക്ക് അവിടെ വായിക്കാനായി കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ പലവട്ടം നമ്മുടെ കർത്താവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവമാണ് യഹോവയായ ദൈവം മാത്രമാണ് നിത്യനായ ദൈവം. യെശയ്യാ അവർ പറയുന്നുണ്ട്, യഹോവയായ ദൈവം, നിത്യനായ ദൈവം, അവൻ എന്നെ സൃഷ്ടിച്ചു, അവന് സകലത്തെയും അറിയുവാനായി കഴിയും, അവൻ സകലത്തെയും തന്റെ വാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ്. സർവ്വ സൃഷ്ടിയെയും തന്റെ വാക്കിനാൽ ഉളവാക്കി. സ്വന്തം യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലത്തെയും സൃഷ്ടിച്ച ദൈവം. നമ്മെയും അവൻ സൃഷ്ടിച്ചു, അവൻ നമ്മെ ഉരുവാക്കി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നമ്മുടെ ദൈവമായ ആരാധ്യനായ നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചും, നമ്മുടെ ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം, ജീവിക്കുന്ന ദൈവം എന്നൊക്കെ തിരുവഴുത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടെ നമുക്ക് വിശദമായി ധ്യാനിപ്പാനിടയാക്കിയിട്ടുണ്ട്. മോശ ഇവിടെ പറയുന്നത്, ദൈവത്തെ കുറിച്ച് പറയുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവേ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനതയോട് എങ്ങനെ നടക്കണം, ദൈവമുമ്പാകെ എങ്ങനെ ജീവിക്കണം, ദൈവത്തിന്റെ പ്രമാണം എന്താണ്, ദൈവത്തിന്റെ കൽപ്പന എന്താണ്, അത് എങ്ങനെ അനുസരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം എന്നൊക്കെ മോശ തന്റെ ജനത്തോട് അരുളി ചെയ്തിട്ടുണ്ട്. ആ ദൈവിക കൽപ്പന അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ പലവട്ടം പല ഘട്ടത്തിലും സ്തോത്രം ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയരാകാതെ, ആ ദൈവീയ യാഥാർത്ഥ്യം അനുസരിക്കാതെ, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാതെ, ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് സ്വത്രം വിപരീതമായി ജീവിച്ച ഒരു വലിയ ഇസ്രായേൽ സമൂഹത്തെ നമുക്ക് അവിടെ കാണാനായി കഴിയും. അതാണ് 31-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ സ്വത്രം മോശ പറയുന്നത്, എന്റെ മരണശേഷവും നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് കൈമാറിയ ആ ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ വഴിവിട്ട് നിങ്ങൾ മാറിക്കളയും എന്നെനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യും എന്നെനിക്കറിയാം. നിങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവത്തെ കോപിപ്പിക്കും എന്നെനിക്കറിയാം. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ അനർത്ഥമായി ഭവിക്കും എന്ന് മോശ ഇസ്രായേൽ ജനതയോട് വളരെ വ്യക്തമായി പറയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തന്റെ ദൈവത്തെ കുറിച്ച്, താൻ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് മോശ പറയുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. കാരണം അടിമനുഖത്തിൽ നിന്ന് സ്വത്രം 400-ലധികം വർഷം അന്യ രാജ്യത്ത് അടിമകളെ പോലെ നിങ്ങൾ ആയിരുന്നപ്പോൾ, നിങ്ങളുടെ കണ്ണുനീരുകളെയും നിങ്ങളുടെ നിലവിളികളെയും കേട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച് ആ അടിമനുഖത്തിൽ നിങ്ങളെ വിടുവിച്ച് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് നിങ്ങളെ നയിച്ച ഒരു ദൈവം ഈ മരുഭൂപ്രയാണത്തിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം കഴിഞ്ഞ 40 ആണ്ട് തന്ന് നിങ്ങളെ പോഷിപ്പിച്ച ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ മരുഭൂപ്രയാണത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഈ പ്രവാസകാലം എങ്ങനെയാണ് പിന്നിടേണ്ടത് എന്നൊക്കെ ദൈവം വ്യക്തമായ ചില കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും ആജ്ഞാപനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. മോശ അതെല്ലാം യഥാവിധി തക്കസമയത്ത് ഇസ്രായേൽ ജനതയ്ക്ക് കൈമാറിയിട്ടുണ്ട്.
എന്നാൽ പലവട്ടം അവർ ദൈവത്തോട് എതിർത്തു. സ്തോത്രം. ദൈവത്തിന്റെ കോപത്തിന് അവർ വിധേയരായി. ദൈവത്തിന് സ്തോത്രം. മോശ പറയുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ല ദൈവമില്ല എന്നിപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ ദൈവമല്ലാതെ സ്തോത്രം മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. കാരണം ഒരിക്കലും യോഗ്യമല്ലാത്ത ഒരു വാഗ്ദത്ത ദേശത്തേക്കാണ് അവൻ നിങ്ങളെ വിളിച്ചു തിരിച്ചത്. ഹല്ലേലൂയ. അടിമനുഖത്തിൽ കുടുങ്ങി 400-ലധികം വർഷം അന്യത്തെ അന്യരാജ്യത്തിന്റെ കീഴിൽ അന്യരെ പോലെ അവിടെ ജീവിച്ച് വാഗ്ദത്തത്തിലേക്ക് ഒരു വാഗ്ദാനം തന്നുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് നയിച്ച ദൈവത്തെ നിങ്ങൾ ഒരു ഘട്ടത്തിൽ മറന്നുപോകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വാഗ്ദത്തം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ മിസ്രയീമിൽ തന്നെ സ്തോത്രം തലമുറ തലമുറയായി നിങ്ങൾ അവിടെ ഒടുങ്ങേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം തന്റെ ജനത്തെ ഓർത്തു. തന്റെ ജനത്തിന് വേണ്ടി, തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി അവരുടെ കണ്ണുനീരും അവരുടെ ശബ്ദവും അവരുടെ അല്ലെങ്കിൽ നിലവിളിയും കേട്ട് തക്ക സമയത്ത് ആ അന്യദേശത്ത് നിന്ന് ഫറവോന്റെ ആ കരാള ഹസ്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് ഒരു പുതിയ വാഗ്ദാനം കൊടുത്ത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് പോകുവീൻ എന്നവർക്ക് അരുളപ്പാട് കൊടുത്ത് അവരെ സ്വതന്ത്രമാക്കുന്ന ഈ ദൈവത്തെ കണ്ടുകൊള്ളുവീൻ. ഈവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. മോശ ദൈവത്തെ കുറിച്ച് പറയുന്നു, ദൈവം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത? യഹോവ മാത്രമാണ് ദൈവം എന്നതിന്റെ തെളിവുകളാണ് ഈ വായിച്ച ഈ 4 ഭാഗങ്ങളിൽ 4 വാക്യങ്ങൾ നമുക്ക് കാണാനായി കഴിയുന്നു. 39-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കൊല്ലാനും ജീവിപ്പിക്കാനും കഴിയുന്നവൻ അവൻ മാത്രമാണ്. നമ്മുടെ ദൈവം പറയുന്നു, ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഒരു വലിയ യുണീക്നെസ് ആണ്. ദൈവത്തിൻ്റെത് മാത്രമായ ഒരു അവകാശവാദമാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. നമുക്ക് മനുഷ്യരെ കൊല്ലാനായി കഴിഞ്ഞേക്കാം, പക്ഷെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ജീവിപ്പിക്കാനായി കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മാത്രം നമ്മുടെ സാക്ഷാൽ നമ്മുടെ ആരാധ്യനായ നമ്മുടെ ദൈവത്തിനല്ലാതെ ഒരു മനുഷ്യനെ ജീവിപ്പിക്കാനോ ഒരു മനുഷ്യനെ കൊല്ലാനോ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ ചരിത്രങ്ങൾ വിശേഷാൽ ധ്യാനിച്ചാൽ നമുക്കറിയാം, പലവട്ടം ദൈവം മനുഷ്യനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിക്കളഞ്ഞു. സ്തോത്രം. സർവസൃഷ്ടാവായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തന്നെയാണ് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ ഓർക്കുക, അവന്റെ മ്ലേച്ഛത, അവന്റെ പാപനിമിത്തം അവനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിക്കളയുവാൻ ദൈവം തീരുമാനിക്കുകയും അതങ്ങനെ ചെയ്യുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അത് കഴിയും. കാരണം അവനാണ് അതിന്റെ പരമാധികാരി. ആ സർവശക്തിയുള്ള ദൈവത്തിന്റെ ക്രിയകളെ ചോദ്യം ചെയ്യുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ പാപത്തെ കണ്ടുകൊണ്ട്, മനുഷ്യന്റെ മ്ലേച്ഛതയെ കണ്ടുകൊണ്ട്, ദൈവവിരുദ്ധമായ പ്രവൃത്തികളെ കണ്ടുകൊണ്ട്, ദൈവത്തിനെ മാനിക്കാത്ത ദൈവിക മനുഷ്യന്റെ പ്രവൃത്തികളെ കണ്ടുകൊണ്ട്, ദൈവത്തിന് ചെവിചായ്ക്കാത്ത മനുഷ്യന്റെ പ്രവൃത്തികളെ കണ്ടുകൊണ്ട്, ദൈവത്തെ അനുസരിക്കാത്ത ഒരു വലിയ തലമുറയെ കണ്ടുകൊണ്ട് ദൈവം മനുഷ്യനോട് അനുതപിക്കുകയും അവരോട് കോപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായി കഴിയും. അതാണല്ലോ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. മഹാജലപ്രളയം ഉണ്ടായി. നോഹ അത് ഏറ്റവും വലിയ കെടുതികൾ വരാനിരിക്കുന്നത് ജനത്തോട് പറയുമ്പോൾ അവർക്ക് ആർക്കും ഇത് മനസ്സിലായില്ല. കാരണം ഒരിക്കലും ദൃഷ്ടാവായ ദൈവം, സ്നേഹിതനായ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുകയില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ നോഹ സ്തോത്രം ആവോളം പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. തന്റെ ആരോഗ്യം മുഴുവനുമായി ആ ഒരൊറ്റ സന്ദേശം പകരുവാനായി ദേശത്തെമ്പാടും സഞ്ചരിച്ചു കാണണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നിർഭാഗ്യവശാൽ ആ സന്ദേശം ഏറ്റെടുക്കുവാൻ, ആ ദൈവിക ആലോചന ഏറ്റെടുക്കുവാൻ മനുഷ്യന് കഴിഞ്ഞില്ല. കാരണം ഇത്രയേ ഉള്ളൂ, അവന്റെ സ്വഭാവത്തിൽ, അധാർമികതയിൽ, അഴിമതിയിൽ, സ്തോത്രം, അകൃത്യത്തിൽ, മ്ലേച്ഛതയിൽ അവൻ മുഴുകി ദൈവത്തിൽ നിന്നും എന്നേക്കുമായി അകന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന് അസഹ്യമായതുകൊണ്ടാണ് ദൈവം ആ വലിയ ജലപ്രളയം ഒരുക്കിയത്. ദൈവത്തിന് സ്തോത്രം.
നോഹ ആ സന്ദേശവുമായി രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ടും ഒരു കേവല മനുഷ്യൻ പോലും ആ സന്ദേശം ഉൾക്കൊണ്ടില്ല എന്ന് തിരുവെഴുത്തിൽ നമുക്ക് ധ്യാനിച്ചാൽ മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന് സൃഷ്ടിക്കാൻ മാത്രമല്ല അതിനെ നശിപ്പിക്കാനും കൂടെ കഴിയും. ഹല്ലേലൂയ. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. എന്റെ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യം, സ്തോത്രം, അവന് നമുക്ക് ജീവൻ തരാൻ മാത്രമല്ല നമ്മുടെ ജീവനെ എടുത്തു കളയുവാനും കൂടെ അവന് കഴിയും. നമുക്ക് പലപ്പോഴും തോന്നും, ഇത്ര സ്നേഹവാനായ ദൈവത്തിന് ഇത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ദൈവികത്വത്തെ, ആ അധികാരത്തെ, ആ പരമാധികാരത്തെ, ആ സർവശക്തിയെ ചോദിക്കുവാൻ ലോകത്തിലെ ഒരു മനുഷ്യനോ ഒരു സംവിധാനത്തിനോ കഴിയുകയില്ല. കാരണം അവനാണ് അതിന്റെ പരമാധികാരി. ദൈവത്തിന് സ്തോത്രം. അവനാണ് അതിന്റെ ഏറ്റവും വലിയ അവസാന വാക്ക്. ദൈവത്തിന് സ്തോത്രം. അവൻ ജീവിപ്പിക്കുന്നു, അവൻ കൊല്ലുന്നു, അവൻ അത് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് മാത്രമാണ് ദൈവം എന്നതിന്റെ തെളിവായിട്ട് ദൈവം പറയുന്നു, ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന് തൊട്ട് താഴെയുള്ള വാക്യം, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ഒരുവനെ തകർക്കാനും ദൈവത്തിന് കഴിയും, അവനെ സൗഖ്യമാക്കാനും ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഹല്ലേലൂയ. അവൻ തല്ലുക മാത്രമല്ല, അവൻ തലോടുന്ന ദൈവം കൂടെയാണ്. അവൻ മുറിക്കുന്ന ദൈവം മാത്രമല്ല, അവൻ മുറിവ് കെട്ടുന്ന ദൈവം കൂടെയാണ്. ഹല്ലേലൂയ. ദൈവത്തിലെ ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാൻ നിൽക്കുന്ന ഒരു സന്ദേശം, അവൻ നമ്മെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവം കൂടെയാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് ജീവൻ തന്നാൽ യോഗ്യതയുണ്ട്, അത് അവന് കഴിയുന്ന. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ പല ഘട്ടങ്ങളിൽ തകർത്തു എങ്കിൽ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമുക്കുണ്ടായ പല തകർച്ചകളും നമുക്ക് വന്നപ്പോൾ ദൈവമേ, അതിന്റെ നടുവെല്ലാം നമ്മൾ ഖേദത്തോടെ കണ്ണുനീരോടുകൂടെ ഹല്ലേലൂയ ദൈവത്തിനെതിരെ പെരുമെടുത്തുവെങ്കിൽ ദൈവമേ, ഈ പകൽക്കാലം ശ്രദ്ധിക്കണം. അവൻ തകർക്കുന്ന ദൈവം മാത്രമല്ല, ചില പാഠങ്ങൾ അവൻ നിന്നെ പഠിപ്പിച്ചതേ ഉള്ളൂ, ചില കൈപ്പായ വഴികൾ കൂടെ നടത്തിയെന്നേ ഉള്ളൂ. ദൈവത്തിന് അറിയാം നിന്നെ യഥാവിധി യഥാസമയത്ത് സൗഖ്യമാക്കുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ തകർക്കുന്ന ദൈവമാണ്, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ സൗഖ്യമാക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി തന്ന സൗഖ്യം. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തെ രക്ഷിച്ച ആ രക്ഷാ സ്തോത്രം, അത് അവന് മാത്രമേ ചെയ്യാനായി കഴിയൂ. നമ്മുടെ മേൽ തരേണ്ട ആ ആത്യന്തികമായ ആത്മരക്ഷയ്ക്കായി അരുമനാഥനായ നമ്മുടെ യേശു മശീഹ കർത്താവ് തന്റെ ജീവനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവനെ തകർത്ത് കളയുവാൻ സ്വർഗത്തിലെ പിതാവിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ദൈവമേ, അവനെ തകർത്തത് നിമിത്തമാണ് നമുക്ക് അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം സാധ്യമായത്. ഹല്ലേലൂയ. പിതാവാം ദൈവം തന്റെ പുത്രനെ മരണത്തിനായി തകർത്ത് കളഞ്ഞതുകൊണ്ട്, ഹല്ലേലൂയ, അവന്റെ ശരീരത്തെ മരണത്തിനായി ഏൽപ്പിച്ചു കെടുത്ത് കളഞ്ഞുകൊണ്ട്, ഒരു വേള പിതാവിന്റെ മുഖം പുത്രന് നേരെ മറച്ചതുകൊണ്ട്, കർത്താവ് അങ്ങനെ പറയുന്നല്ലോ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. ഹല്ലേലൂയ. ഒരു വേള പിതാവ് തന്റെ പുത്രന്റെ ഈ അവസ്ഥയിൽ നിന്ന് തന്റെ മുഖം മാറ്റുമ്പോൾ ദൈവമേ, പിതാവ് തന്റെ പുത്രനോടുള്ള സ്നേഹക്കുറവ് കൊണ്ട് മാത്രമല്ല, അവനെ തകർത്ത് കളയുന്നത് നിമിത്തം നമുക്കുണ്ടായ ആത്മരക്ഷയും നമുക്കുണ്ടാകേണ്ട സൗഖ്യത്തെയും അവൻ മുന്നിൽ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ തകർക്കുന്ന ദൈവമാണ്, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എബ്രായ ലേഖനത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. ദൈവമൈതലേ, ഹല്ലേലൂയ, ആ സൃഷ്ടിയുടെ വീണ്ടെടുപ്പാണ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്ന് പറയുന്നത്. ആ സന്തോഷം ഓർത്തപ്പോൾ യേശു ക്രിസ്തുവിന്റെ മുമ്പിലുള്ള ആ സന്തോഷം അതെന്താണ്? തന്റെ സൃഷ്ടിപ്പിന്റെ വീണ്ടെടുപ്പ്. സ്തോത്രം. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആ മനുഷ്യ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനെ ഓർത്തപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, താൻ തനിക്ക് ലഭ്യമായ നന്മയെ, തനിക്ക് ലഭ്യമായ മാനത്തെ അവൻ അപമാനമാക്കി അലക്ഷ്യമാക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പിലുള്ള ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ. തന്റെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനെയാണ് തന്റെ മുമ്പിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമേ, അതാണ്
പിതാവാം ദൈവത്തിനും തന്റെ പുത്രനോട് തോന്നിയത്. കാരണം ഹല്ലേലൂയ മരണത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ അവനെ തകർത്ത് കളയുവാനായി പിതാവാം ദൈവം പുത്രൻ തമ്പുരാൻ അവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ പിതാവിന്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വന്ന് മറ്റാരുമല്ല, സ്തോത്രം, തന്റെ സൃഷ്ടികളായ നമ്മളുടെ ആത്മരക്ഷയും വീണ്ടെടുപ്പുമായിരുന്നു. ദൈവത്തെ ഇന്ന് മുതൽക്കാലം മഹത്വപ്പെടുത്താനായി കഴിയുമോ? ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്തപ്പോൾ യേശു ആ മരണത്തെ സ്വയം ഏറ്റെടുക്കുകയുണ്ടായി. ദൈവത്തിന് സ്വർഗത്തിലെ പിതാവ് തന്റെ പുത്രനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ താൻ ലക്ഷ്യമിട്ടത് മറ്റൊന്നുമല്ല, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ വീണ്ടെടുപ്പാണ്. ഹല്ലേലൂയ. അതാണ് ഞാൻ ലക്ഷ്യമാക്കിയത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഹല്ലേലൂയ ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. തന്റെ പുത്രനെ താൻ തകർത്ത് കളഞ്ഞപ്പോൾ, മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആ ക്രൂരമായ പീഡനങ്ങൾക്കായി തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ റോമ പടയാളികൾ അവന്റെ ശരീരത്തിന്മേൽ ആക്രോശിച്ചപ്പോൾ ഹല്ലേലൂയ ഉഴവുചാലുകൾ പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയപ്പോൾ പിതാവ് ശ്രദ്ധിക്കുന്നില്ല, പിതാവ് പ്രതികരിക്കുന്നില്ല, പിതാവ് ഇടപെടുന്നില്ല. കാരണം അവൻ തകർക്കാൻ തന്നെയാണ് തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. യേശു പറയുന്നു, യേശു പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതികരണവും ഉണ്ടായില്ല. കാരണം പിതാവാം ദൈവത്തിന് അറിയാം അവനെ തകർക്കേണ്ടത് അനിവാര്യമാണ്, അവൻ ആ മരണം ഏൽക്കേണ്ടത് അനിവാര്യമാണ്, അവൻ ആ ക്രൂശ് ഏൽക്കേണ്ടത് അനിവാര്യമാണ്. ആ ക്രൂശ് മരണം അത്യന്താപേക്ഷിതമാണ്. താൽക്കാലികമായിട്ടാണ് അവന്റെ ആ പീഡനമെങ്കിലും ഞാൻ ലക്ഷ്യമിടുന്നത്. പിതാവാം ദൈവത്തിന്റെ മനസ്സിൽ അങ്കുരിച്ച ഒരേ ഒരു ആശയം ഇതായിരുന്നു, തന്റെ സൃഷ്ടിപ്പിന്റെ വീണ്ടെടുപ്പ്, അവന്റെ ആത്മരക്ഷയും അവന്റെ നിത്യതയുമായിരുന്നു പിതാവാം ദൈവത്തിന്റെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മരണത്തിനായി തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ അവൻ കൊല്ലാനായി മരണത്തിനായി തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ കൂടെ ഉണ്ടാകേണ്ട ആത്മരക്ഷയും വിടുതലും സൗഖ്യവും സമാധാനവും ആ നിത്യതയെ ഓർത്ത് ദൈവം സന്തോഷിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന് മാത്രമേ ഇത് ചെയ്യാനായി കഴിയൂ. ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യം. ദൈവത്തിന് തകർക്കാനായി കഴിയും, ദൈവത്തിന് മാത്രമേ സൗഖ്യമാക്കാനായി കഴിയൂ. പ്രൈസ് ഗോഡ്. യഹോവ മാത്രമാണ് ദൈവം എന്നതിന്റെ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ തൊട്ടുതാഴെ വായിക്കുന്നത് സ്തോത്രം, അവൻ സർവശക്തനാണ്, അവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനായി ആർക്കും കഴിയും. എന്റെ കയ്യിൽ നിന്ന് ആർക്ക് നിങ്ങളെ വിടുവിക്കുവാനായി കഴിയും? ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് എന്ന് എഴുതിയിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ. എന്റെ കയ്യിൽ നിന്ന് ആർക്കാണ് നിങ്ങളെ വിടുവിക്കാനായി കഴിയുക? ദൈവത്തിന്. ദൈവത്തിന്റെ കയ്യിൽ അകപ്പെട്ടാൽ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു വിടുതലുണ്ട്. ദൈവത്തിന്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ക്രിസ്തുവിനെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത, സുവിശേഷത്തെ ശ്രദ്ധിക്കാത്ത, സുവിശേഷം സ്വീകരിക്കാത്ത ജനങ്ങളോട് സ്തോത്രം ദൈവം പറയുന്നു, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മറക്കുന്നവരെ ഹല്ലേലൂയ. 50:22 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഇതിനെല്ലാം അറുതി വരുന്ന ഒരു ദിവസമുണ്ട്, ഇതിനെല്ലാം സാധ്യ വരുന്ന ഒരു ദിവസമുണ്ട്, ഇതിനെല്ലാം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്, ഇതിനെല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്, ഇതിനെല്ലാം കണക്ക് പറഞ്ഞ് ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്ക് വിടുവിക്കുവാനായി കഴിയും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്റെ കയ്യിൽ നിന്ന് ആർക്ക് നിങ്ങളെ വിടുവിക്കുവാനായി കഴിയും? ഞാൻ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. നോക്കൂ, ഇപ്പോ നമ്മോടുകൂടെ എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, തലമുറകളുണ്ട്, ബന്ധുക്കളുണ്ട്, ചർച്ചക്കാരുണ്ട്, സ്നേഹിതരുണ്ട്, സഹവിശ്വാസികളുണ്ട്, സഹപാഠികളുണ്ട്, എല്ലാവരും ഉണ്ട്, പാസ്റ്ററുണ്ട്, എല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നാം ഒറ്റയ്ക്കായിരിക്കും. ആ മഹാവിപത്ത് നമ്മെ രക്ഷിക്കുവാനായി ഒരു മനുഷ്യനെയും കഴിയുകയില്ല. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നവനാണ്. സ്തോത്രം. അവൻ സർവശക്തനായത്. ദൈവത്തെ മറക്കുന്നവരെ, ദാവീദിന്റെ പ്രസിദ്ധമായ പദം ശ്രദ്ധിക്കൂ, ദൈവത്തെ മറക്കുന്നവരെ. നമുക്കറിയാം, നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഈ കാര്യങ്ങൾ മറന്നു പോകുന്നത് സഹജമായ ഒരു കാര്യമാണ്. ദൈവത്തെ കുറിച്ച് ഓർക്കാൻ പലപ്പോഴും കഴിയാറില്ല.
ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ പലപ്പോഴും കഴിയാറില്ല. മോശയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം അതാണല്ലോ, ദൈവത്തിന് സ്തോത്രം, ഞാൻ മരിച്ചാലും നിങ്ങൾ ഇത് തന്നെ തുടരുമെന്ന് മോശ അവരോട് പറയുന്നു. നോക്കൂ, ഇത്രയും കാലം 40 വർഷം കൂടെ ഉണ്ടായിട്ടും ആ ജനതയെ അവനെ ഉൾക്കൊള്ളാൻ, അവനെ മുഖവിലക്കെടുക്കാനായി പറ്റുന്നില്ല. മരണ സമയമായപ്പോൾ മോശ അവരോട് പറയുന്നു, എന്റെ മരണശേഷം നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കും, ദൈവത്തിനെതിരായി ജീവിക്കും, ദൈവം പറഞ്ഞ ആജ്ഞ അനുസരിക്കില്ല, ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കില്ല, അതൊക്കെ നിങ്ങൾക്ക് അനർത്ഥമായി ഭവിക്കുമെന്നൊരു മുൻവിധി, ഒരു വലിയ പ്രവചനമാണ് മോശ അവരോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കും നമ്മളെ വിടിവിക്കുവാനായി കഴിയുകയില്ല. സ്തോത്രം. ദൈവത്തെ മറക്കുന്നവരെ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ലോകത്തിലെ വൻ കാര്യങ്ങളുണ്ട്. എന്നാൽ ആത്യന്തികമായി കാതലായിട്ട് എന്താണോ ഓർത്തിരിക്കേണ്ടത്, എന്താണോ മറന്നുപോകേണ്ടാത്തത്, അത് നിങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ ജീവിതത്തിൽ നിന്നെ വിടുവിക്കുവാൻ ആരും ഉണ്ടാക്കിയില്ല. അതാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ മറക്കുന്നവരെ. ദൈവത്തെ മറക്കുന്നവർക്ക് പിന്നെ എന്താ ഉള്ളത്? ദൈവത്തിന് പ്രൈസ് ഗോഡ്. എങ്ങനെയാ നമുക്ക് ദൈവത്തെ മറക്കാനായി പറ്റുക? ദൈവത്തെക്കാൾ അധികം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിരിക്കുമ്പോ, ദൈവത്തെക്കാൾ അധികം പ്രാധാന്യത്തോടെ മറ്റു കാര്യങ്ങൾ ഓർത്തിരിക്കുമ്പോൾ, ദൈവ വഴിയെക്കുറിച്ച് മനസ്സിലാകാതിരിക്കുമ്പോൾ, ദൈവവചനം ഓർക്കാതിരിക്കുമ്പോൾ, ദൈവവചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വതവേ ഒഴിഞ്ഞു പോകുമ്പോൾ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തെ മറന്നുകൊണ്ട് ഹല്ലേലൂയ നീ നിന്റെ ജീവിതത്തിൽ നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിന്നെ ആരും വിടുവിക്കാൻ കഴിയാത്ത ഒരു ദിവസം നിനക്കുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. സ്തോത്രം, ഞാൻ നിങ്ങളെ കീറിക്കളയും ആരും ഉണ്ടാകില്ല. ഹല്ലേലൂയ. യഹോവയായ ദൈവം സർവശക്തനായ ദൈവം, അവന്റെ കയ്യിൽ നമ്മെ വിടുവിക്കുവാനായി ആർക്കും കഴിയില്ല. 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുന്നത്, ജീവിക്കുന്നവന് യഥാർത്ഥമായി അവകാശപ്പെടുവാൻ കഴിയുന്നവനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. 40-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ആകാശത്തേക്ക് ഉയർത്തി സത്യം ചെയ്തത് നിത്യനായിരിക്കുന്ന എന്നാണ്. അതൊരാണയാണ്. സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആണയിടരുത്. സ്വർഗത്തെ കുറിച്ച് ആണയിടരുത്, ഭൂമിയെ കുറിച്ച് ആണയിടരുത്, ഒന്നിനെ കുറിച്ചും ആണയിടരുത്, ദൈവത്തെ കുറിച്ച് ആണയിടരുത്, യേശുവിനെ കുറിച്ച് ഒന്നിനെ കുറിച്ചും ആണയിടരുത്. ആണയിടേണ്ട അവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കാതെ വരുമ്പോൾ അവനെ മനഃപൂർവ്വമായി വിശ്വസിപ്പിക്കാനായി നമ്മൾ എടുക്കുന്ന ശ്രമമാണ് ആണയിടുക എന്ന് പറയുന്നത്. നമ്മൾ സ്വതവേ കാണുന്ന ഒരു കാര്യം. ആ ആണയിടാനായിട്ട് നമ്മൾ പലതും ഉപയോഗിക്കാം. ദൈവത്തെ കൊണ്ടാണിടും, അപ്പനെ കൊണ്ടാണിടും, അമ്മയെ കൊണ്ടാണിടും, മക്കളെ കൊണ്ടാണിടും, വസ്തുവിനെ കൊണ്ട് ഇതൊക്കെ കൊണ്ട് നമ്മൾ ആണയിടുന്നതുണ്ട്. എന്നാൽ ദൈവം പറയുന്നത്, എനിക്ക് ആണയിടുവാൻ എന്നേക്കാൾ ഒരുത്തനില്ലാത്തതും, സ്വതം എനിക്ക് ആണയിടുവാൻ മറ്റൊരു നാമം ഇല്ലാത്തതും, എനിക്ക് സമമായ മറ്റൊരു നാമം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ നാമം തന്നെ ഉപയോഗിച്ചാണ് ഇടുന്നത്. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്, ജീവിക്കുന്നവനെ യഥാർത്ഥമായി അവകാശപ്പെടുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. ജീവിക്കുന്നു എന്ന് യഥാർത്ഥമായി അവകാശപ്പെടാൻ കഴിയും. എന്നും എന്നേക്കും ജീവിക്കുന്നു എന്ന് യഥാർത്ഥമായി അവകാശപ്പെടാനായി എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. സ്തോത്രം ചെയ്യാമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവിന്റെ മരണം കൊണ്ട് ഈ ലോകം വിധി എഴുതിയത്, ഇവന്റെ ശരീരം അവസാനിച്ചു. നസ്രയൻ എന്ന് പറഞ്ഞു വന്ന് ഒരു മശിഹ എഴുന്നേറ്റിരിക്കുന്നു. യഹൂദ പ്രമാണങ്ങളെ തെറ്റിച്ച് കളയുവാൻ, റോമ പട്ടണത്തെ കലയിക്കളയുവാൻ ഇതാ ഒരു പുതിയ സംവിധാനവുമായി, ഒരു നിയമ സംഹിതയുമായിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുന്നു. അവനെ നിഗ്രഹിച്ചു കളഞ്ഞാൽ, അവനെ കൊന്നുകളഞ്ഞാൽ, ഹല്ലേലൂയ, പിലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് അവനെ ഏൽപ്പിക്കുമ്പോൾ, ഞാൻ ആരെ വിട്ടുതരണം എന്ന് പിലാത്തോസ് ആവശ്യപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സ്വന്തം ഞങ്ങൾക്ക് ബറബാസിനെ വിട്ടു തന്നാൽ മതി, ആരെ തൂക്കിക്കൊല്ലണം, ആരെ ക്രൂശിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇവനെ മാത്രം ക്രൂശിച്ചാൽ മതി. ഹല്ലേലൂയ. പിലാത്തോസ് പറയുന്നു, എന്റെ ഒരു നിരീക്ഷണത്തിലും അവനിൽ ഒരു പാപത്തിന്റെ കണിക പോലും കാണാനായി കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പാപത്തിന്റെ മേൽ, ഈ നീതിമാന്റെ രക്തത്തിന്റെ മേൽ എനിക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് കൈ കഴുകുന്നത് നമുക്ക് അവിടെ കാണാനായി കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, നിത്യനായിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ. ലോകം വിചാരിച്ചു, റോമ പടയാളികൾ വിചാരിച്ചു, യഹൂദ മത നേതാക്കന്മാർ വിചാരിച്ചു, ഇനി യേശു എന്ന ഒരു മനുഷ്യനില്ല, അവന്റെ കഥ കഴിഞ്ഞു. സ്തോത്രം. ഈ ക്രൂശ് മരണ നിമിത്തം
അവൻ അന്ത്യമൊഴിയായി, അവന്റെ അന്ത്യദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അവന്റെ മരണശേഷം അവന്റെ ശരീരമായി ഹല്ലേലൂയ ശവക്കല്ലറയിലേക്ക് കൊണ്ടുപോയി അവരെ ശവസംസ്കാരം നടത്തി. സ്തോത്രം. അവിടെയും കൊണ്ട് തീർന്നില്ല. ഇവൻ എഴുന്നേറ്റ് ഒരുപക്ഷെ മറ്റേതെങ്കിലും വ്യാജമായ നിലയിൽ അവൻ എഴുന്നേറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട്. കാരണം കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അത് പറഞ്ഞതാണ്. ഹല്ലേലൂയ, ഈ ശരീരത്തെ നിങ്ങൾ തകർക്കുക, ഞാൻ 3-ാം നാൾ പണിയുമെന്ന് കർത്താവ് ആലങ്കാരികമായി അതിനെ കുറിച്ച് തന്നെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ വ്യാജമായി എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന് പേടിച്ചിട്ട് റോമാ ചക്രവർത്തി, റോമാ ഗവൺമെന്റ്, ദൈവത്തിന് സ്തോത്രം, യേശുവിന്റെ ശവത്തിന്റെ മുക്കാളിൽ ഏറ്റവും വലിയ ഭീമാകാരമായ കല്ലുരുട്ടി റോമാ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിക്കുന്ന നമുക്ക് കാണാനായി കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും യേശുവിന് അവിടുന്ന് പുറത്തിറങ്ങി വരാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാജ വാർത്ത ഉണ്ടാകാനോ അവസരം കൊടുക്കാതെ റോമ പടയാളികൾ കാവൽ നിൽക്കുന്ന ഒരു ശവക്കല്ലറ. ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ശവക്കല്ലറയിൽ അധികാരികൾ കാവൽ ഏർപ്പെടുത്തിയത്? ദൈവത്തിന് സ്തോത്രം, യേശുവിന്റെ കല്ലറയ്ക്കൽ മാത്രമാണ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? എന്തെങ്കിലും വ്യാജ വാർത്ത ഉണ്ടായാൽ, എന്തെങ്കിലും വ്യാജ സംഭവം ഉണ്ടായാൽ അത് അനുവദിച്ചുകൂടാ എന്നതുകൊണ്ട്. പക്ഷെ ഓർക്കുക, ഹല്ലേലൂയ, പടയാളികൾ തന്റെ കല്ലറയ്ക്കുള്ളിൽ കല്ലറയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മരണത്തിന്മേൽ അധികാരത്തോടെ ഇതാ ഒരുവൻ മരണത്തെ ഭേദിച്ച് ഉയരങ്ങളിലേക്ക് എഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന ദൈവത്തെയാണ് പകൽക്കാലം ആരാധിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്താനായി കഴിയുമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകം അവന്റെ മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചു എന്ന് ചിന്തിച്ചപ്പോൾ ഇതാ മരണത്തിന് മേൽ അധികാരത്തോടെ എഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസ്രയനായ യേശുവിന്റെ മക്കളായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. മരണത്തെ അവൻ അടിച്ചമർത്തുവാനായി കഴിയുകയില്ല. സ്തോത്രം. ഒരു ശവക്കല്ലറയ്ക്കും അവനെ ഒതുക്കുവാനായി കഴിഞ്ഞില്ല. ആ ശവക്കല്ലറയുടെ ഉള്ളിൽ നിന്നും ഇതാ അവൻ മുമ്പേ പറഞ്ഞതുപോലെ 3-ാം നാൾ ആ സുപ്രഭാതത്തിൽ അവൻ ജയവീരനായി രാജാവായി എഴുന്നേറ്റു. അവൻ നിത്യനായ ദൈവം, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരേറ്റാമോ? ഇന്ന് മുതലേക്കാളും ആത്മാവിൽ നമുക്ക് സന്തോഷിക്കാനായി പറ്റുമോ? എന്റെ കർത്താവ് എന്നും ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, നിത്യനായിരിക്കുന്ന എന്നാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നു എന്ന് യഥാർത്ഥമായി അവകാശപ്പെടാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. ലോകം യേശുവിന്റെ മരണം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചു എന്ന് തീരുമാനിച്ചപ്പോൾ ഇതാ ഉയർത്തെഴുന്നേറ്റു, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് തെളിയിച്ചു. ഹല്ലേലൂയ. ശവക്കല്ലറയിലേക്ക് ഓടി വന്ന സഹോദരിമാർ അങ്കാളിച്ചു. മഗ്ദലക്കാരത്തെ മറിയ നോക്കുമ്പോൾ അവന്റെ ശവക്കല്ലറ എന്നേക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രാണപ്രിയൻ എവിടെ പോയി? എനിക്ക് അവനെ തരുമെങ്കിൽ ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാം എന്ന് മഗ്ദലക്കാർക്ക് മറിയ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഇവിടെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശവക്കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിയുന്നവനല്ല ആരാധ്യനായ നമ്മുടെ കർത്താവ്. സ്തോത്രം. നിത്യനായിരിക്കുന്ന എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിക്കുന്നു എന്ന് യഥാർത്ഥമായി അവകാശപ്പെടാൻ നമ്മുടെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. വചനത്തിനായി ദൈവത്തിന് മഹത്വം കരയറ്റാം. 41-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, തന്റെ ജനത്തെ ന്യായം വിധിക്കാനും ശത്രുക്കളിൽ പ്രതികാരം നടത്തുവാനും ദൈവത്തിന്. തന്റെ ജനത്തെ ന്യായം വിധിക്കുവാനും ശത്രുക്കളിൽ പ്രതികാരം നടത്തുവാനും ദൈവത്തിന് കഴിയും. എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എന്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. ദൈവത്തിന് സ്തോത്രം. എന്റെ ജനത്തെ ന്യായം വിധിക്കുവാനും ശത്രുക്കളുടെ നടുവിൽ നിന്ന് ശത്രുക്കളിൽ പ്രതികാരം നടത്തുവാനും ദൈവത്തിന് കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് അതിന്റെ കാര്യങ്ങൾ പലതും അറിയാമല്ലോ. ദൈവം സ്വന്തം തന്റെ ജനത്തിനെതിരെ നിന്നവരെല്ലാം സംഹരിച്ച ചരിത്രം നമുക്ക് അനവധി അറിയാം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം, തന്റെ ആ പ്രവാസകാലത്തിൽ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ ചെങ്കടലിന്റെ മുമ്പാകെ വന്ന് നിൽക്കുമ്പോൾ ഇരുവശത്തും ഭീകരമായ പർവ്വതങ്ങൾ കൊണ്ട് മൂടി അതിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ മുമ്പോട്ട് നോക്കുമ്പോൾ ചെങ്കടലല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. പുറകെ തങ്ങളെ വിഴുങ്ങാൻ വരുന്ന മിസ്രൈമ്യ സൈന്യം സർവ്വസന്നാഹങ്ങളുമായി, സർവ്വ ആയുധങ്ങളുമായി, രഥങ്ങളും കുതിരകളുമായി ഫറവോൻ അതിന്റെ സർവ്വബലത്തോടും കൂടെ ഇസ്രായേൽ ജനതയെ നശിപ്പിക്കുവാനായി വരുമ്പോൾ, രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവം അതിലെ
ദൈവത്തിന്റെ മുൻവിധി പ്രകാരം, ദൈവത്തിന്റെ കരുതൽ പ്രകാരം ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മോശയോട് പറയുന്നു, നിന്റെ വടി നീട്ടുക, അത് രണ്ടായി പിളരട്ടെ. ഹല്ലേലൂയ. ആരവത്തോടെ ഇളകി വന്ന ആ ചെങ്കടൽ തന്റെ ജനത്തിനു വേണ്ടി രണ്ടായി വിഭജിക്കപ്പെടുന്നതും ഒരു നല്ല ഉണങ്ങിയ നിലം തന്റെ ജനത്തിനു വേണ്ടി അവിടെ പരിവർത്തനം ചെയ്യുന്നതും നമുക്ക് അവിടെ കാണാനായി കഴിയും. എന്ന് പറഞ്ഞാൽ തന്റെ ജനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിലെ ഏറ്റവും അവസാനത്തവനും ആ കടൽ കടന്ന് അക്കരെ എത്തി, സ്തോത്രം, തങ്ങളുടെ ദേശത്തേക്ക് സുരക്ഷിതമായി എത്തിയെന്ന് മനസ്സിലാക്കുമ്പോൾ അതേ ഉണങ്ങിയ നിലത്തിൽ കൂടെ തന്നെയാണ് ഈ പടയുമായിട്ട് രഥങ്ങളുമായിട്ട് അവരെ ആക്രമിക്കുവാൻ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതേ കടല് തന്നെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ വാക്കിനാൽ സ്തോത്രം, അത് ഒന്നാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഒന്നാകുകയും മിസ്രൈമ്യ സൈന്യം മുഴുവൻ, മിസ്രൈമ്യ ജനത മുഴുവൻ, ഇസ്രായേലിനെ തകർക്കാൻ വന്ന ആ മിസ്രൈമ്യ ജനം മുഴുവനും അതേ കടലിൽ ദൈവം തള്ളിയിട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാനായി കഴിയുന്നല്ലോ. ദൈവമൈതലേ, ഹല്ലേലൂയ. നമ്മുടെ ജനത്തിന് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രതികാരം നടത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലായ്പ്പോഴും എല്ലാം സഹിക്കില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് ദൈവമാണ്. കർത്താവ് എഴുന്നേൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവനെ ദ്വേഷിക്കുന്നവർക്കെല്ലാം പകരം വീട്ടുവാനും അവന് കഴിയും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് ഞാൻ പകരം വീട്ടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ യാത്ര എങ്ങനെ അവസാനിച്ചു നമുക്കറിയാം. സാക്ഷാൽ മോശയോട് തന്നെ ദൈവം പറയുന്നുണ്ട്, 40 നീണ്ട വർഷത്തെ മരുഭൂപ്രയാണം കഴിയുമ്പോൾ മോശയോട് തന്നെ പറയുന്നുണ്ട്, നിനക്ക് ആ ദേശം അവകാശമാക്കുകയില്ല. കാരണം നിന്റെ ജീവിതത്തിൽ അതുപോലുള്ള പരാജയങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ദൂരെ നിന്ന് ആ വാഗ്ദത്ത ദേശമായ കനാനല്ലാതെ അതിൽ പ്രവേശിക്ക്, അതിനനുഭവിക്കുവാനായി നിനക്ക് കഴിയില്ല. നായകനായ മോശയ്ക്ക് ഇതാണ് ഗതിയെങ്കിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനതയുടെ ഗതി എന്ത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, അവനെ ദ്വേഷിക്കുന്നവർക്കെല്ലാം അവൻ പകരം വീട്ടുന്ന ദൈവമാണ്. ഏതളവിലായാലും, ഹല്ലേലൂയ, തന്റെ സ്വന്തം ജനം എന്ന് പറയുന്നവരായാലും അന്യജനം എന്ന് പറയുന്നവരായാലും, നിന്റെ ദൈവത്തിന്റെ നാമത്തെ ദ്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ ദ്വേഷിക്കുന്നവർക്ക്, ദൈവത്തിന്റെ നാമത്തെ അപമാനിക്കുന്നവർക്ക്, ദൈവത്തെ അപമാനിക്കുന്നവർക്ക്, ദൈവത്തിന്റെ വചനത്തെ അപമാനിക്കുന്നവർക്ക്, ദൈവത്തിന്റെ വചനത്തിന് എതിരായി നിൽക്കുന്നവർക്ക്, ദൈവത്തിന്റെ വചനത്തോട് സ്തോത്രം ക്രൂരമായി നിലപാടുകൾ എടുക്കുന്നവരോട്, അത് ഒരു വ്യക്തിയാവട്ടെ, സമൂഹമാകട്ടെ, ഒരു രാജ്യമാകട്ടെ, അതിനോടെല്ലാം പകരം വീട്ടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. 42-ാമത്തെ 43-ാമത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തന്റെ ശത്രുക്കളോട് പകരം വീട്ടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്യുന്നവൻ. ദൈവത്തിന് സ്തോത്രം. തന്റെ ശത്രുക്കളോട് പകരം വീട്ടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്യുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. 43-ാമത്തെ വാക്യത്തിലേക്ക് വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ജാതികളെ അവന്റെ ജനത്തോടുകൂടെ ഉയർത്തി അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. ദൈവത്തിന് സ്തോത്രം. തന്റെ ജനത്തിനും ദേശത്തിനും ദയയും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നശിപ്പിക്കുന്ന ദൈവം മാത്രം. പ്രിയപ്പെട്ടവരെ, ദയയും അനുഗ്രഹവും പാപപരിഹാരവും വരുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. എല്ലായ്പ്പോഴും അവൻ ക്രൂരതയോടല്ല മനുഷ്യനോട് ഇടപെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമെതിരെ നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, പക്ഷെ നമ്മെ സ്നേഹിക്കുന്നവനും കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മെ ശാസിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, പക്ഷെ ഓർക്കണം, അവൻ നമ്മോടുകൂടി, അവൻ നമ്മെ തന്റെ മാറോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മെ തകർക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവട്ടം തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവട്ടം വിടവുകൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രയാസങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. രക്ഷിക്കാത്ത എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൈപ്പായ എത്രയോ ജീവിത അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊന്നും ഒരു രാത്രി കൊണ്ട് പെട്ടെന്നുണ്ടായതല്ല. അതെല്ലാം തമ്പുരാന്റെ ഹിതത്തിൽപ്പെട്ടതായിരുന്നു. പക്ഷെ അതെല്ലാം ഒടുക്കിക്കളയാനല്ല, നിന്നെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ഹല്ലേലൂയ, നിന്നെ നീതിമാർഗത്തിലേക്ക് നയിക്കുവാൻ, നിന്നെ യേശുവിലേക്ക് നടത്തുവാൻ, ദൈവത്തിന്റെ വചനത്തിലേക്ക് നടത്തുവാൻ, എന്തിന്? ആ നിത്യത നിനക്ക് ഉറപ്പാക്കുവാനാണ് ആ ജീവിതത്തിലെ ദുരിതങ്ങൾ നിനക്കുണ്ടായത്.
അതുകൊണ്ട് അത് കണ്ട് ഖേദിക്കുവാനോ, അതുകൊണ്ട് പരാജയപ്പെടുവാനോ, അതുകൊണ്ട് വിഷണ്ണനായിരിക്കുവാനോ, അത് കണ്ട് ഹല്ലേലൂയ ദൈവമുമ്പാകെ പിറുപിറുപ്പോടായിരിക്കുവാനല്ല, ദൈവമേ എനിക്ക് തന്ന ഈ കഷ്ടതയ്ക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു എന്ന് പറയുവാനിടയായി തീരട്ടെ. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് 119 സങ്കീർത്തനത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും ജീവിതത്തിന്റെ മറ്റൊരു ദുരിത ഘട്ടത്തിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഇതൊന്നും ഒരു ദുരിതമായി ഭവിക്കാനിട വരാതെ ഇതെല്ലാം ദൈവിക പദ്ധതി പ്രകാരമാണ്. അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി എന്നോട് ദൈവം എന്ത് ആവശ്യപ്പെടുന്നോ, ഞാൻ എന്ത് പഠിക്കണമെന്നോ, ഞാൻ എന്ത് ക്രമീകരണം നടത്തണമെന്നോ, ഞാൻ എന്ത് ജീവിതത്തിൽ വ്യത്യാസം വരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ നിലയിലേക്കാണ് ദൈവം നമ്മെ ഇപ്പോൾ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. തന്റെ ജനത്തിനും തന്റെ ദേശത്തിനും അനുഗ്രഹവും ദയയും നൽകുന്ന ഒരു ദൈവം, തന്റെ ജനത്തിനും തന്റെ ദേശത്തിനും പാപപരിഹാരം വരുത്തുന്ന ദൈവം. പാപം ചെയ്ത് പാപത്തിൽ രമിച്ച് ജീവിക്കുന്ന ഒരു ജനതയെ കണ്ടിട്ട് ദൈവം ഹല്ലേലൂയ ദുഃഖിച്ചുവെങ്കിൽ ദൈവം ഇതിലെ പാപത്തിന് പരിഹാരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമ പ്രമാണം അനുസരിക്കുമ്പോൾ കാളുകളെയും ആട്ടുകൊറ്റന്മാരെയും പ്രാവിനെയും പ്രാവ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആരാധിക്കുവാനും യാഗം കഴിക്കുവാനുമായി ജനം വന്നുവെങ്കിൽ ഇതാ ഏകമൃഗമായ ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ മാത്രം അറുക്കപ്പെട്ട കുഞ്ഞാണ്. അവൻ നമുക്ക് വേണ്ടി എന്നേക്കുമായി ഒരു യാഗമൃഗമായി തീർന്നു. അവന്റെ ശരീരത്തിൽ അവസാനത്തുള്ളി രക്തം ഈ ഭൂമിയിൽ ഊറ്റി ഒഴിക്കുമ്പോൾ ദൈവമതിലെ നിന്റെയും എന്റെയും ലോകത്തിലെ സകല മാനവ ജാതിയുടെയും പാപ പരിഹാരത്തിന്റെ അവസാനമായി ദൈവത്തിന് ഹല്ലേലൂയ അവൻ പാപ പരിഹാരം വരുന്ന ദൈവമാണ്. നമുക്ക് പാപത്തിൽ കഷ്ടപ്പെട്ടുവെങ്കിൽ, ഒരിക്കൽ നമുക്ക് പാപ വിമോചനത്തിനുള്ള മറുപടി എന്ത് എന്നറിയാതെ നാം വലഞ്ഞിരുന്നുവെങ്കിൽ, ഇത് മുതൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമുക്ക് പാപ പരിഹാരം വരുത്തിയ ഒരു നിത്യനായ ദൈവമാണ് നമ്മുടേത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരേറ്റാമോ? അവൻ മാത്രമാണ് യഹോവയായ ദൈവം. അവൻ മാത്രമാണ് ജീവിക്കുന്ന ദൈവം. അവന് മാത്രമേ എല്ലാം ചെയ്യുവാനായി കഴിയുള്ളൂ. അവന് മാത്രമേ പരമാധികാരമുള്ളൂ. അവന് കൊല്ലാനായി കഴിയും, അവന് ജീവിപ്പിക്കാനായി കഴിയും, അവന് തകർക്കാനായി കഴിയും, അവന് സൗഖ്യമാക്കാനായി കഴിയും, അവന് സകലത്തെയും ചെയ്യുവാനായി കഴിയും, അവന് പ്രതികാരം ചെയ്യുവാനായി കഴിയും, തന്റെ ജനത്തെ ന്യായം വിധിക്കുവാനും ശത്രുക്കളിൽ നിന്ന് പ്രതികാരം നടത്തുവാനും അവനെ ദ്വേഷിക്കുന്നവർക്കെല്ലാം പകരം വീട്ടാനും കഴിയും. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, തന്റെ ദേശത്തിന് ദയയും അനുഗ്രഹവും കരുണയും പകരുവാൻ അവന് കഴിയും. തന്റെ ജനത്തിന് പാപപരിഹാരം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവത്തിന്റെ ഈ നിത്യതയെ, ദൈവത്തിന്റെ ഈ തുല്യതയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഹന്ന ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹന്നയുടെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണാനായി കഴിയുന്നത്. ഇത് മോശയുടെ ഒരു പാട്ടാണെങ്കിൽ ഇത് ഹന്നയുടെ ഒരു പ്രാർത്ഥനയാണ്. 6-ാമത്തെ വാക്യം മുതൽ പിന്നെ വായിക്കുന്നു, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രമുഖന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ ഒരു പ്രാർത്ഥനയാണ്. എന്റെ ദൈവത്തോട് അവൾ മനസ്സിലാക്കി. അവൾ പ്രാർത്ഥിക്കും തോറും അവൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ പ്രാർത്ഥിക്കും തോറും അവൾ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. അവൾ പ്രാർത്ഥിക്കും തോറും അവൾ ദൈവത്തോട് അടുത്തുകൊണ്ടേയിരുന്നു. അത് കേവല മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയായി തരം താണില്ല. അവൾ ദൈവത്തെ ആഴമായി 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 അവൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു. ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവൾ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയിൽ കൂടെ അതാണ് അവൾ എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ കൊല്ലുകയും ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന് മാത്രമേ സകലം ചെയ്യുവാൻ അധികാരമുള്ളൂ. എന്റെ ദൈവത്തിന് എനിക്കൊരു മകനെയോ എനിക്കൊരു മകളെയോ തരാനോ തരാതിരിക്കാനോ കഴിയും. എന്റെ ദൈവത്തിന് കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യാനായി കഴിയും. എന്റെ ദൈവത്തിന് പാതാളത്തിൽ ഇറക്കുകയും അവിടെ നിന്ന് ഒരു മനുഷ്യനെ ഉദ്ധരിക്കുവാനും കഴിയും. എന്റെ ദൈവത്തിന് ദാരിദ്ര്യവും ഐശ്വര്യം നൽകുവാനായി കഴിയും. അവന് മാത്രമേ ഒരുവനെ താഴ്ത്തുവാനും ഒരുവനെ ഉയർത്തുവാനുമായി കഴിയുകയുള്ളൂ. അവന് മാത്രമേ ദരിദ്രനെ പൊടിയിൽ നിന്നും നിവർത്തുവാനായി, അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുവാനായി, അഗതിയെ സാധുവെ പ്രമുഖന്മാരോടുകൂടെ ഇരുത്തുവാനായി എന്റെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിന് ദൈവത്തെ കുറിച്ച് ഹന്ന പാടിയുന്നു, എന്റെ ദൈവത്തിന് ഇതെല്ലാം കഴിയും. അവന് കൊല്ലാനായി കഴിയും, അവന് ജീവിപ്പിക്കാനായി കഴിയും, അവന് പാതാളത്തിൽ ഇറക്കാൻ കഴിയുമെങ്കിൽ അവൻ അവിടെ നിന്ന് ഉദ്ധരിക്കുവാനും ദൈവത്തിന് ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുവാനായി കഴിയും.
അവന് താഴ്ത്താൻ അറിയാം, അവന് ഉയർത്താൻ അറിയാം. ഒരു ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുവാനായി കഴിയും. ഒരു സാധു മനുഷ്യനെ മഹാന്മാരോടുകൂടെ ഇരുത്താനായി എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു പദവും കൂടെ വായിച്ചിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ദൈവത്തിന് സ്തോത്രം. ഹോശേയ പ്രവാചകൻ ഇസ്രായേൽ ജനതയുടെ പാപത്തിന്റെ മുമ്പാകെ ദൈവം അരുളി ചെയ്ത അരുളപ്പാടുകളെല്ലാം കൈമാറിയ ശേഷം ദൈവത്തിന് സ്തോത്രം അവൻ പറയുന്നു, സ്തോത്രം, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ സ്തോത്രം, നമ്മെ സ്വസ്ഥാനത്ത് ഇരുത്തുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയിൽ നാം ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയോട് പ്രവാചകൻ എഴുതി അറിയിക്കുന്ന ഈ വലിയ പ്രവചനം എന്താണെന്ന് അറിയാമോ? വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. നമുക്ക് ഇതുവരെയും സാധിക്കാത്തൊരു കാര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജനമേ, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. കാരണം അവന് മാത്രമേ സകലതും ചെയ്യുവാനായി കഴിയുള്ളൂ. നമുക്ക് യഹോവയിലേക്ക് മടങ്ങി വരാം. അതല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ല. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, പക്ഷെ അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, പക്ഷെ അവൻ നമുക്ക് മുറിവ് കെട്ടുന്ന ദൈവമാണ്. ഇതെല്ലാം അവന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തുകൊണ്ടറിയാമോ? നാം ദൈവത്തിൽ നടന്നു എന്നതുകൊണ്ട്, നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വിപരീതമായി ജീവിച്ചു എന്നതുകൊണ്ട്, നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അമ്പേ ദൂരെ ആയിരുന്നതുകൊണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ കടിച്ചു കീറിയിരുന്നു, അവൻ നമ്മെ അടിച്ചിരുന്നു, എന്നാൽ അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ അടിച്ചെങ്കിൽ, അവൻ നമ്മെ മുറിവുകളോടുകൂടെ ഉപദ്രവിച്ചുവെങ്കിൽ അവൻ മുറിവ് കെട്ടുന്ന ദൈവവും കൂടെയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ ആ വാക്കോടുകൂടെ ഇന്ന് പകൽക്കാലം ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രവാചകൻ ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ജനതയോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ദൈവജനമേ, നമുക്കൊന്നേ ഇനി ചെയ്യാനുള്ളൂ. വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് കൈമാറുന്ന ഒരാത്മീയാവന ഇത് മാത്രമാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. നാം അവനെ കോപിപ്പിച്ചത്, നാം അവനെ ഹല്ലേലൂയ അവനെ കോപിപ്പിച്ചത്, സ്തോത്രം, പലവട്ടം നമ്മൾ ദൈവത്തിനെതിരായി നിന്നത്, ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തത്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകന്നു പോയത്, അവന്റെ പ്രമാണങ്ങൾ അനുസരിക്കാത്തത്, അവന്റെ ആജ്ഞ അനുസരിക്കാത്തത്, അവന്റെ കൽപ്പനകൾ ഉൾക്കൊള്ളാത്തത്, ഹല്ലേലൂയ, സത്യമായി നീതിയായി ഹല്ലേലൂയ ജീവിക്കാത്തത്, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഹോശേയ പ്രവാചകൻ വിളിച്ചു പറയുന്നു, നമുക്ക് അവങ്കിലേക്ക് മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഇതൊരു മടങ്ങി വരവിന്റെ കാലമാണ്, ഇതൊരു മാനസാന്തരത്തിന്റെ കാലമാണ്, ഇതൊരു മനംതിരിവിന്റെ കാലമാണ്. നമുക്ക് മടങ്ങി വരാം. അതിനുള്ള അനുഭവമാണ്, അതിനുള്ള സാവകാശമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മടങ്ങി വന്നാൽ നമുക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനവയിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ സഹായിച്ചു നമ്മൾ വായിക്കുന്നല്ലോ. അവരോട് ദൈവത്തിന് ഇഷ്ടമായി എന്ന് നമ്മൾ വായിക്കുന്നല്ലോ. ദൈവം, നീ മടങ്ങി വന്നാൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്, നീ മടങ്ങി വന്നാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ മാറാതെപ്പെട്ട് ഹല്ലേലൂയ പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ നിന്നെ ഉൾക്കൊള്ളുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിന്നെ അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ദൈവത്തിന് സകലതും കഴിയും. അവൻ പരമാധികാരിയാണ്. അവന്റെ സർവാധികാരത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയും. അവന് കൊല്ലാനായി കഴിയും, അവന് ജീവിപ്പിക്കാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്നെ തകർക്കാനായി കഴിയും, നിന്നെ സൗഖ്യമാക്കാനായി കഴിയും. നിനക്ക് ദാരിദ്ര്യം നൽകാനായി കഴിയും, നിനക്ക് സമ്പത്തിനെ നൽകാനായി കഴിയും. ഹല്ലേലൂയ. നിനക്ക് ഉയർച്ച നൽകുവാനായി കഴിയും, നിനക്ക് താഴ്ച നൽകുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ഒരു സാധു മനുഷ്യനെ ഒരു അഗതിയെ സ്തോത്രം അവന്റെ അധപതനത്തിൽ രക്ഷിച്ച് മഹാന്മാരോടുകൂടെ എത്തുവാനായി എന്റെ ദൈവത്തിന് കഴിയും. ഇത് മുതൽ കാലം സകലതും കഴിയുന്ന ഒരു ദൈവഭാഗ്യമാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ തിരുവഴുത്തുകൾ അതിനായി നാം സഹായിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ വചന ധ്യാനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പിന്നെയും നമുക്ക് പ്രാർത്ഥനകളോടെ കർത്താവിന്റെ മുമ്പാകെ വിശ്വസ്ത പുലർത്തി വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഈ ശബ്ദപരിധിയിലായി ഞങ്ങളെ ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആശീസ്സിലെ പ്രിയപ്പെട്ട രാജാനന്ദമേ പ്രാർത്ഥന സഹായിക്കും.
പ്രാർത്ഥിക്കാം. രാജാ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവമേ, ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹയുടെ പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഒരു ഉയർപ്പിനത്തിനും കൂടി കർത്താവെ ജീവിത കർത്താവ് ദാനമായി നൽകിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ജനങ്ങളാവുന്ന അറിയിച്ച് കർത്താവെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ അറിയുന്ന സഭയായി കൂടിയിരുവാൻ കർത്താവ് സഹായിച്ചുള്ള കർത്താവെ, ഹല്ലേലൂയ. കർത്താവ് എന്ന പോലെ കാലം കർത്താവ് അറിയുന്ന കടന്നുന്ന സമയം ഇത്രത്തോളം കർത്താവിന്റെ കൃപ അറിയുക അനുഭവിപ്പാൻ അവിടുന്ന് അറിയുന്ന ജീവിതത്തിൽ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് അറിയുകൾ നടത്തുന്നവൻ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഓരോ ദിവസവും കർത്താവെ അതിശയമായി ഞങ്ങൾ വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, വിവിധ അനർത്ഥങ്ങൾ കൊണ്ടുവന്ന ഈ ലോകത്തിൽ കർത്താവെ ഒരാഴ്ച കൂടി ജീവിപ്പാൻ കാര്യങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവ് ഈ പട്ടണത്തിന്റെ അവസ്ഥ, ഈ രാജ്യത്തിന്റെ അവസ്ഥ, ഈ ലോകത്തിന്റെ അവസ്ഥ എല്ലാം ഹല്ലേലൂയ സകല പ്രകാരമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ നീക്ക് നൽകുവാൻ കഴിവുള്ളവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ഹല്ലേലൂയ, അവൻ തകർക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അവൻ തകർക്കുന്ന കർത്താവ് മാത്രമല്ല, അവൻ സൗഖ്യമാക്കുന്നവൻ കൂടിയാണ്. ഹല്ലേലൂയ. അവൻ കൊല്ലുന്നവൻ മാത്രമല്ല, അവൻ ജീവിപ്പിക്കുന്നവൻ കൂടി ആകിയാൽ കർത്താവെ, ഹല്ലേലൂയ. പ്രവചനം വായിച്ചതുപോലെ ഹല്ലേലൂയ, അവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ കൊണ്ടും അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് കർത്താവെ ഞങ്ങൾ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെ വിടിയിപ്പാൻ കഴിവുള്ളവനായ, ഞങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ, ഹല്ലേലൂയ, കർത്താവെ, ഞങ്ങളെ പാപത്തിൽ നിങ്ങളെ കർത്താവ് വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനായ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധി കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, കാലം ഹല്ലേലൂയ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹകാരണമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിടുതൽ കാരണമായി തീരുവാൻ തിരുവിനെ സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അവൻ കൊല്ലുന്നവൻ മാത്രമല്ല, അവൻ ജീവിപ്പിക്കുന്നവൻ കൂടിയാണ്. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തില് തകർച്ചയുടെ അനുഭവം ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കർത്താവെ ശോധന ചെയ്തുകൊണ്ട് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് അടുത്തു വന്ന് കർത്താവിനോട് ഹല്ലേലൂയ അപേക്ഷിച്ചുകൊണ്ട് കർത്താവെ അടികളെ ജീവിതത്തിൽ വിടുതൽ ഏറ്റെടുപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവെ, ദേശത്തെ സൗഖ്യമാക്കണമേ. കർത്താവെ, ലോകത്തെ സൗഖ്യമാക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ, അനേകർ കർത്താവെ മരണത്തോട് മലർച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക കർത്താവെ, ഹല്ലേലൂയ, അനേകർ ലോകത്ത് മാറ്റി പോയി. കർത്താവെ, ഹല്ലേലൂയ, ഈ അവസ്ഥയ്ക്ക് കർത്താവ് ഒരു മാറ്റം വരുത്തുമാറാകണമേ. ഈ അവസ്ഥയിൽ ജനത വിടുവിക്കുമാറാകുന്ന പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിടുതൽ നൽകുമാറാകണമേ. കർത്താവെ, ബോംബെ പട്ടണത്തെ ഓർത്തടികൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാലും സഹായിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ കർത്താവെ, ഹല്ലേലൂയ, ജനം കർത്താവെ, ഹല്ലേലൂയ, അതേ മരണത്തിലേക്ക് നീക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, അധികാരികളോട് മനസ്സിലാണമേ. രക്ഷാപ്രവർത്തനം നടത്തുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തനം നടത്തുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, നഴ്സുമാർക്കായി സ്തോത്രം, ഡോക്ടർമാർക്കായി സ്തോത്രം. കർത്താവെ, എല്ലാവരും കർത്താവ് സഹായിക്കണമേ. പോലീസുകാരെ ഓർത്ത് അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ വളരെ പ്രയാസത്തോടുകൂടി കർത്താവ് മുന്നേറുന്നു. അവരെല്ലാവരും കർത്താവ് ബലപ്പെടുത്തണമേ. അവിടുത്തെ കൃപയിൽ പുതിയമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലം കർത്താവെ, ദിവസം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനടുത്ത് കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലം അനുഗ്രഹപ്പെട്ട ആലോചന അടികൾ കേൾപ്പിക്കാൻ തുടങ്ങണം. കർത്താവ് ഞങ്ങൾ ബലപ്പെടുത്തി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ബലത്തോടെ കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. അടികൾ സഭയാൻ കുടുംബങ്ങളെല്ലാവരെയും പേരുവരായ കുടുംബങ്ങളായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതാത് സ്ഥാനങ്ങളിൽ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥമൊന്നും ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടെ നടുക്കുകയും നടിച്ചതിനായ കർത്താവെ, ഇന്ന് കാലം പ്രത്യാശയോടുകൂടി വിശ്വാസത്തോടുകൂടി കർത്താവെ വചനമേറ്റെടുത്ത് മുന്നേറുവാൻ ഞങ്ങൾ സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങൾ മതി കർത്താവെ, നേഴ്സുമാരായ ജോലി എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അവിടുത്തെ രക്തക്കോട്ടകൾ മറയ്ക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിനെ മുദ്രയിടുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൂരെയായിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരുപ്പിന് സൂക്ഷിക്കുമാറാകണമേ, പരിപാലിക്കണമേ. അതാത് സ്ഥാനങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ മറയ്ക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. യാതൊരു പ്രയാസം ഉണ്ടാകുവാൻ അവിടുത്തെ കൃപയിൽ മറയ്ക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുപോലെ കാലം അടികളും മുറ്റുമായി താഴ്ത്തി സമർപ്പിക്കുന്നു. അടുത്ത ദിവസം കർത്താവെ, ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ, പുതിയ അതേ അടുത്ത എന്താണ് അറിയുന്നില്ല കർത്താവെ, അതേ ഹല്ലേലൂയ, അതേ കർത്താവെ, സന്തോഷകരമായ വാർത്ത കേൾപ്പാൻ തിരുപ്പിനെ സഹായിക്കണമേ. ഈ അവസ്ഥകൾക്ക്, ഈ കോവിഡിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തണമേ. കർത്താവെ, ഹല്ലേലൂയ, തകർന്ന അവസ്ഥയിൽ ജനമറാകുന്നു പ്രാർത്ഥിക്കുന്നു. പുരാഴ്ചകാലം ജീവൻ ആവശ്യമായ ദൈവങ്ങൾ മറയ്ക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം തിരുമ്മി എടുക്കണമേ. യേശു കർത്താവിന്റെ വിലയേറുന്ന നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദേവോ കേൾക്കണമേ. സ്വർഗ്ഗപിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും
ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ കടാക്ഷവും കാവലും കൂട്ടായി നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എപ്പോഴും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ കർത്താവിന് മഹത്വം കരയുക. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ ആഴ്ചത്തെ രോഗവിവരങ്ങൾ ബുധനാഴ്ച വൈകിട്ട് നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും 7:30 മണിക്ക്. വെള്ളിയാഴ്ച രാവിലത്തെ ഉപവാസ പ്രാർത്ഥനയും ശനിയാഴ്ച രാത്രിയുള്ള മീറ്റിംഗ് ഉണ്ടായിരിക്കും. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you all.